शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। तुम हो कौन, कहाँ से आए, अपने आप को जानो। राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर तुम पालो अपना बसेरा। तुम हो आत्मा तन से प्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। ഓം ശാന്തി. ഓം ശാന്തി. ഇന്ന് 23/5/2025 പ്രഭാതമുരളി. बाबा कहते हैं, मीठे बच्चे, तुम्हें खिवैया मिला है इस पार से उस पार ले जाने के लिए। तुम्हारे पैर अब इस पुरानी दुनिया पर नहीं है, तुम्हारा ലങ്കാർ ഉഡ് ചുക്കാ ഹെ. അപ്പം ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് തോണിക്കാരനായ ബാബയെ കിട്ടിയിരിക്കുകയാണ്. അതായത് ഇക്കരയിൽ നിന്നും അക്കരെ കടക്കുന്നതിന്, അതായത് ഈ കലിയുഗി ദുനിയയിൽ നിന്നും സത്യയുഗത്തിലേക്ക് പോകുന്നതിനായിട്ട് നിങ്ങൾക്ക് ആരെയാണ് കിട്ടിയിരിക്കുന്നത്? തോണിക്കാരനായ ബാബയെ. ഇപ്പോൾ നിങ്ങളുടെ പാദങ്ങൾ ഇപ്പോൾ ഈ പഴയ ലോകത്തിൽ നിന്നും, പഴയ ലോകത്തിലില്ല, പഴയ ലോകത്തിൽ നിന്നും ഉയർന്നിരിക്കുന്നു എന്ന് ബാബ പറയാം. അതുപോലെ നമ്മുടെ നങ്കൂരവും ഇവിടെ നിന്നും ഉയർന്നിരിക്കുകയാണ്, ഇവിടെ നിന്നും മാറിയിരിക്കുന്നു അല്ലേ. ഈ പഴയ ലോകത്തിൽ നിന്നും നങ്കൂരമൊക്കെ എടുത്തിരിക്കുകയാണെന്ന് ബാബ പറയാം. പ്രശ്ന, ജാദൂഗർ ബാപ്പ് की वंडरफुल जादूगरी कौन सी है जो दूसरा कोई नहीं कर सकता. അപ്പം ബാബ ചോദ്യം ചോദിക്കാണ്, ഇന്ദ്രജാലക്കാരനായ ബാബയുടെ അത്ഭുതകരമായ ഇന്ദ്രജാലം ഏതാണ്? അത് വേറെ ആർക്കും ചെയ്യാൻ കഴിയുകയില്ല അല്ലേ. വേറെ ആർക്കും ചെയ്യാൻ കഴിയാത്ത ഏതൊരു ഇന്ദ്രജാലമാണ് ഇന്ദ്രജാലക്കാരനായ ബാബ ചെയ്യുന്നത്?
उत्तर कौड़ी तुल्य आत्मा को हीरे तुल्य बना देना, बागवन बनकर कांटों को फूल बना देना, यह बहुत वंडरफुल जादूगरी है जो एक जादूगर बाप ही करता है, दूसरा कोई नहीं. അപ്പോൾ ബാബ ഉത്തരം നൽകുന്നത് എന്താണ്? അതായത് കക്കയ്ക്ക് സമാനമായ ആത്മാക്കളെ വജ്ര സമാനമാക്കി മാറ്റുക, അതുപോലെ തോട്ടക്കാരനായി മാറി മുള്ളുകളെ പുഷ്പമാക്കി മാറ്റുക. ഇത് വളരെ അത്ഭുതകരമായ ഇന്ദ്രജാലമാണെന്ന് ബാബ പറയാം. ഈ ഒരു ഇന്ദ്രജാലമാണ് ഇന്ദ്രജാലക്കാരനായ ബാബ ചെയ്യുന്നത്. ഇത് വേറെ ആർക്കും ചെയ്യാൻ കഴിയില്ല എന്ന് ബാബ പറയാം. മനുഷ്യ പൈസ കമാനെ കെ ലിയെ സിർഫ് ജാദൂഗർ कहलाते हैं, लेकिन बाप जैसा जादू नहीं कर सकते. അപ്പം മനുഷ്യർ കേവലം പൈസ സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇന്ദ്രജാലമെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ബാബ പറയുന്നത് എന്താണ്? ബാബയുടെ പോലെയുള്ള ആ ഒരു ഇന്ദ്രജാലം വേറെ ആർക്കും ചെയ്യാൻ കഴിയില്ല എന്ന് ബാബ പറയാം. ഓം ശാന്തി. सारे सृष्टि चक्र व ड्रामा में बाप एक ही बार आते हैं. അതായത് ബാബ പറയാണ്, ഈ മുഴുവൻ സൃഷ്ടിചക്രത്തിലും അല്ലെങ്കിൽ ഈ മുഴുവൻ ഡ്രാമയിലും ഒരു പ്രാവശ്യം മാത്രമാണ് ബാബ വരുന്നത്. और कोई सत्संग आदि में ऐसे नहीं समझते होंगे. വേറെ ഒരു സത്സംഗങ്ങളിലും ഇങ്ങനെയൊന്നും മനസ്സിലാക്കി കൊടുക്കില്ല എന്ന് ബാബ പറയാം. ना वह कदा करने वाला बाप है ना वह बच्चे है. ബാബ പറയുന്നത് അവരാണെങ്കിലോ ഈ കഥ പറയുന്ന അച്ഛനുമല്ല, അതുപോലെ അങ്ങനെയുള്ള കുട്ടികളുമല്ലായത്. വഹത്തോ വാസ്തവമേ ഫോളോവേഴ്സ് ബി നഹി ഹെ. അവർ, അതായത് മറ്റുള്ള സത്സംഗങ്ങളിൽ നോക്കുമ്പോൾ അവർ വാസ്തവത്തിൽ അനുയായികളുമല്ല എന്ന് ബാബ പറയാം. യഹാം തോ തും ബച്ചേ ബി ഹോ സ്റ്റുഡൻറ് ബി ഹോ ഓർ ഫോളോവേഴ്സ് ബി ഹോ. ഇവിടെ നോക്കുകയാണെങ്കിലോ നമ്മൾ കുട്ടികൾ, അതായത് അച്ഛൻ്റെ കുട്ടികളുമാണ്, വിദ്യാർത്ഥികളുമാണ്, ഫോളോവേഴ്സുമാണ്. അതായത് 3 രൂപത്തിലാണല്ലോ ബാബ നമുക്ക്. അച്ഛനുമാണ്, ടീച്ചറുമാണ്, സദ്ഗുരുവുമാണ്. അപ്പോൾ അച്ഛൻ്റെ കുട്ടികളുമാണ്, ടീച്ചറുടെ വിദ്യാർത്ഥികളുമാണ്, അതുപോലെ ഗുരുവിൻ്റെ അനുയായികളുമാണെന്ന് ബാബ പറയാം. ബാപ്പ് ബച്ചോം കെ സാത്ത് മേം ലേ ജായേങ്കെ. അപ്പം ബാബ പറയുന്നത് ബാബ പിന്നീട് കുട്ടികളെയും കൂടെ കൊണ്ടുപോകും. ബാബ ജായേങ്കെ തോ ഫിർ ബച്ചേ ബി ഇസ് ചീച്ചി ദുനിയാ സേ അപ്നി ഗുൽഗുൽ ദുനിയാ മേം ചൽക്കർ രാജ്യ കരേങ്കെ. അപ്പം ബാബ പറയാണ്, ബാബ പോവുകയാണെങ്കിൽ പിന്നെ കുട്ടികൾ ഇവിടെ ഇരിക്കില്ലല്ലോ. കുട്ടികളും ബാബയോടൊപ്പം ഈ മോശമായ ലോകത്തിൽ നിന്നും തൻ്റെ സുന്ദരമായ ലോകത്തിൽ പോയിട്ട് അവിടെ രാജ്യം ഭരിക്കുന്ന് ബാബ പറയാം. യഹ് തും ബച്ചോം കി ബുദ്ധിമേം ആനാ ചാഹിയേ. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ വരേണ്ടതായിട്ടുണ്ട് എന്ന് ബാബ പറയാം. ഇസ് ശരീർ കെ അന്തർ ജോ രഹനെ വാലി ആത്മാ ഹേ വഹ് ബഹുത് ഖുഷ് ഹോത്തി ഹേ. ബാബ പറയുന്നത് ഈ ശരീരത്തിനുള്ളിൽ ഏത് ആത്മാവാണോ ഇരിക്കുന്നത്, അതായത് ബ്രഹ്മാവിൻ്റെ ശരീരത്തിലാണല്ലോ ബാബ ഇരിക്കുന്നത്. അപ്പം ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ ഏതാത്മാവ് ഇരിക്കുന്നത്? ബ്രഹ്മാവിൻ്റെ ആത്മാവ്. ആ ആത്മാവിന് വളരെയധികം സന്തോഷമാണെന്ന് ബാബ പറയാം. ബേഹദ് കാ ബാപ്പ് ആയാ ഹുവാ ഹേ ജോ സബീ കാ ബാപ്പ് ഹേ യഹ് ബി സിർഫ് തും ബച്ചോം കോ സമജ് ഹേ. ബാബ പറയുന്നത് പരിധിയില്ലാത്ത അച്ഛൻ വന്നു കഴിഞ്ഞു. ആ പരിധിയില്ലാത്ത അച്ഛൻ എന്ന് പറയുന്നത് എല്ലാവരുടെയും അച്ഛനാണെന്ന് പറയാം. ഇത് കേവലം നിങ്ങൾ കുട്ടികൾക്ക് മാത്രമേ അറിയുന്നുള്ളൂ. ബാക്കി സാരി ദുനിയാമേ തോ സബ് ബേ സമജ് ഹി ഹെ. ബാബ പറയുന്നത് ബാക്കി ഈ മുഴുവൻ ലോകത്തിലെയും ബാക്കി എല്ലാവരും വിവേകശൂന്യരാണെന്ന് പറയാം. കാരണം ബാബ വന്നിട്ടാണ് നമ്മൾ കുട്ടികൾക്ക് ജ്ഞാനം തന്നത്. അതായത് ബാബ എന്ന് പറയുന്നത് എല്ലാ ആത്മാക്കളുടെയും അച്ഛനാണ്. അപ്പം ഈ ഒരു കാര്യം നമ്മൾ കുട്ടികൾക്കേ അറിയുള്ളൂ. ബാക്കി ലോകത്തിലുള്ളവരെല്ലാം വിവേകശൂന്യരാണെന്ന് ബാബ പറയാം. ബാപ്പ് ബൈട്ട് സമജാത്താ ഹേ രാവണനെ തുംകോ കിത്തന ബേസമജ് ബനാ ദിയാ ഹേ. അതായത് ബാബ ഇരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി തരാണ്. അതായത് രാവണൻ നിങ്ങൾ കുട്ടികളെ എത്രമാത്രം
വിവേകശൂന്യരാക്കി മാറ്റിയിരിക്കുന്നു എന്ന് ബാബ പറയാം. ബാപ്പ് ആക്കർ സമജ്ദാർ ബനാത്തെ ഹെ. പിന്നീട് ബാബ വന്നിട്ടാണ് നിങ്ങൾ കുട്ടികളെ വിവേകശാലികളാക്കി മാറ്റുന്നത്. സാരെ വിശ്വ പർ രാജ്യ കർണേ ലായക് ഇത്തന സമജ്ദാർ ബനാത്തെ ഹെ. ബാബ നമ്മളെ എങ്ങനെയാക്കിയിട്ടാണ് മാറ്റുന്നത്? ഈ മുഴുവൻ വിശ്വത്തിലും രാജ്യം ഭരിക്കാൻ യോഗ്യതയുള്ളവരാക്കി മാറ്റാണ്. അതുപോലെ അത്രയും വിവേകമുള്ളവരുമാക്കി മാറ്റാണ് ബാബ. യഹ് സ്റ്റുഡന്റ് ലൈഫ് ബി ഏക് ഹി ബാർ ഹോത്തി ഹെ ജബ്കി ഭഗവാൻ ആക്കർ പഠാത്തെ ഹെ. അതായത് ഭഗവാൻ വന്ന് പഠിപ്പിക്കുക, അതുപോലെ ഭഗവാന്റെ വിദ്യാർത്ഥിയായിട്ടിരിക്കുക നമ്മൾ. അത് ഈ കൽപ്പത്തിൽ ഒരു പ്രാവശ്യമേ ഉണ്ടാകുന്നുള്ളൂ എന്ന് ബാബ പറയാം. തുമാരി ബുദ്ധി മേം യഹ് ഹെ ബാക്കി ജോ അപ്പനെ ധന്ദേ ദോരി ആദി മേം ഫസേ ഹുയെ ബഹുത്ത് രഹത്തെ ഹെ ഉൻകോ കബി യഹ് ബുദ്ധി മേം ആ നാ സകേ കി ഭഗവാൻ പഠാത്തെ ഹെ. അപ്പം ബാബ പറയണത്, നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ ഇതെല്ലാം ഉണ്ട്. അതായത് സ്വയം ഭഗവാനാണ് വന്നിരിക്കുന്നത്, ഭഗവാനാണ് നമ്മെ പഠിപ്പിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്. പക്ഷെ ബാബ പറയുന്നത്, ബാക്കി ആളുകളുണ്ടല്ലോ, അവരാണെങ്കിലോ ജോലി വേലകളൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ധാരാളം പേരുണ്ടെന്ന് പറയാം. അവരുടെ ബുദ്ധിയിൽ ഒരിക്കലും ഈ ഒരു കാര്യം വരാൻ സാധിക്കില്ല. അതായത് ഭഗവാനാണ് പഠിപ്പിക്കുന്നത്, ഈ ഒരു കാര്യം അവരുടെ ഒന്നും ബുദ്ധിയിൽ വരിക സാധ്യമല്ല എന്ന് ബാബ പറയാം. ഉനേം തോ അപ്പന ദന്ത ആദി ഹി യാദ് രഹ്താ ഹെ. അവരാണെങ്കിലോ തൻ്റെ ജോലിയും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് അവർ മുഴുകിയിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് അവർ ഓർത്തുകൊണ്ടിരിക്കുന്നതെന്ന് ബാബ പറയാം. തോ തും ബച്ചേ ജബ്കി ജാൻതേ ഹോ ഭഗവാൻ ഹംകോ പഠാത്താ ഹെ तो कितना हर्षित रहना चाहिए. और तो सब है पाई पैसे वालों के बच्चे, तुम तो भगवान के बच्चे बने हो, तो तुम बच्चों को अदाह खुशी रहनी चाहिए. അപ്പം ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾ എപ്പോഴാണോ മനസ്സിലാക്കുന്നത് ഭഗവാനാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്, ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ഹർഷിതമായിട്ടിരിക്കണമെന്ന് ബാബ പറയാം. അതുമാത്രമല്ല, നമ്മൾ ഭഗവാന്റെ കുട്ടിയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അത്രയ്ക്കും അത്യധികം നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകേണ്ടേ എന്ന് ബാബ പറയാം. കോയിത്തോ ബഹുത്ത് ഹർഷിത രഹത്തെ ഹെ. അപ്പോൾ ചിലവരാണെങ്കിലോ വളരെയധികം ഹർഷിതമായിട്ടിരിക്കുന്ന ബാബ പറയാം. കോയി കഹത്തെ ഹെ ബാബ ഹമാരി മുരളി നെഹി ചൽത്തി യഹ് ഹോത്ത. ചില കുട്ടികളാണെങ്കിലോ ഇങ്ങനെ ബാബയുടെ അടുത്ത് പരാതിയൊക്കെ പറയും. അവർക്ക് അത്രയും കൂടി സന്തോഷമൊന്നും ഉണ്ടായിരിക്കില്ല. ഞങ്ങളുടെ മുരളി നടക്കുന്നില്ല, ഇങ്ങനെ നടക്കുന്നില്ല, അങ്ങനെ അങ്ങനെ ഓരോ കംപ്ലൈൻ്റ് ഒക്കെ പറയുന്നു പറയാ ബാബ. അരേ മുരളി കോയി മുഷ്കിൽ തോടേ ഹി ഹേ. ബാബ പറയുന്നത് മുരളിയൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നല്ല എന്ന് ബാബ പറയാം. ജയ്സേ ഭക്തി മാർഗമേം സാധു സന്ത് ആദി സേ കോയി പൂച്ഛത്തെ ഹേ ഹം ഈശ്വർ സേ കൈസേ മിലേ പരന്തു വഹ് ജാൻതേ നഹി. ബാബ പറയുന്നത്, ഇപ്പം എങ്ങനെയാണോ ഭക്തി മാർഗത്തിൽ സാധു സന്യാസിമാരോടൊക്കെ ആളുകൾ ചോദിക്കുമല്ലോ, ഞങ്ങൾക്ക് ഈശ്വരനെ എങ്ങനെയാണ് ലഭിക്കുക എന്ന് ചോദിക്കുമ്പോൾ ബാബ പറയുന്നത്, പക്ഷെ അവർക്ക് അതറിയില്ല. സിർഫ് അങ്കുലീസേ ഇഷാര കരേങ്കേ കി ഭഗവാൻ കോ യാദ് കരോ. അവർ കേവലം വിരൽ ചൂണ്ടിയിട്ട് സൂചന കൊടുക്കും, അല്ലെ, മുകളിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് സൂചന കൊടുക്കും, നിങ്ങൾ ഈശ്വരനെ ഓർമ്മിക്കൂ. അല്ലാതെ ഈശ്വരനെ എങ്ങനെയാണ് പ്രാപ്തമാക്കാൻ കഴിയുക എന്ന് ചോദിച്ചാൽ അത് അവർക്കറിയില്ല. അവർ കേവലം ഒരു സൂചന കൊടുക്കും, നിങ്ങൾ ഈശ്വരനെ ഓർമ്മിക്കൂ എന്ന് പറഞ്ഞിട്ട്. ബസ് അത്രയേ ഉള്ളൂ. കുഷ് ഹോ ജാത്തേ ഹെ. പക്ഷെ അത് കേൾക്കുമ്പോഴേക്കും ആളുകൾക്ക് സന്തോഷമാകുന്ന ബാബ പറയാം. വഹ് കോൻ ഹേ ദുനിയാമേം കോയി ബി നഹി ജാൻതേ. അതായത് ഭഗവാൻ ആരാണ്, ഈ ഒരു കാര്യം ലോകത്തിൽ ആർക്കും അറിയില്ല എന്ന് ബാബ പറയാം. അപ്പനെ ബാപ്പുക്കോ കോയി ബി നഹി ജാൻതേ. അതായത് തൻ്റെ അച്ഛനെ ആർക്കും അറിയുന്നില്ല എന്ന് ബാബ പറയാം. യഹ് ഡ്രാമാ ഹി ഏസാ ബനാ ഹുവാ ഹേ ഫിർ ബി ഭൂൽ ജായേങ്കെ. അപ്പം ബാബ പറയുന്നത് എന്താണ്? ഈ ഡ്രാമയും ഇങ്ങനെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പം ബാബ വന്ന് നമുക്ക് ബാബയുടെ പരിചയം തന്നു, പക്ഷെ നമ്മൾ വീണ്ടും മറക്കും. അതാണ് ബാബ പറയുന്നത്. കാരണം ഡ്രാമ അപ്രകാരമാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ബാബ പറയാം. ഏസേ നഹി കി തുമാരേ മേം സബി ബാപ്പ് ഓർ രചനാക്കോ ജാൻതേ ഹേ. അപ്പം ബാബ പറയുന്നത് ഇങ്ങനെയുമില്ല. അപ്പം നിങ്ങൾ കുട്ടികൾക്ക് ഞാൻ പരിചയം നൽകിയല്ലോ, പക്ഷേ
നിങ്ങൾ കുട്ടികളിലും എല്ലാവരും ബാബയെയും അതുപോലെ ബാബയുടെ രചനയെയും അറിയുക, അങ്ങനെയുമില്ല എന്ന് പറയാം. ചില കുട്ടികൾക്ക് അത്രയും അറിയാത്തതുമുണ്ട്. അതാണ് ബാബ പറയുന്നത്. കഹാം കഹാം തോ ചലൻ ഏസി ചലത്തെ ഹേ ബാത്ത് മത്ത് പൂച്ചോ. അപ്പം ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ബാബയെയും അറിയില്ല, ബാബയുടെ രചനയെയും അറിയില്ല. അതായത് ബാബയുടെ ജ്ഞാനം കിട്ടിയ കുട്ടികളായിരിക്കും, പക്ഷെ അവർ യഥാർത്ഥ രീതിയിൽ ബാബയെയോ ബാബയുടെ രചനയെയോ ഒന്നും അറിയില്ല. അപ്പം ബാബ പറയുന്നത് അക്കാര്യം ചോദിക്കേ വേണ്ടാന്ന്, അങ്ങനെയും ഉണ്ടെന്ന് പറയാം ബാബ. വഹ് നശ ഹി ഉഡ് ജാത്താ ഹെ, അതായത് ആ ലഹരിയേ ഇല്ലാത്തവരുണ്ടെന്ന് പറയാം ബാബ. അബി തും ബച്ചോം കാ പേർ പുരാനി ദുനിയാ പർ ജൈസേ കി ഹേ നഹി. ഇപ്പം ബാബ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കുട്ടികളുടെ പാദം ഈ പഴയ ലോകത്തിൽ ഇല്ല എന്ന് ബാബ പറയാം. തും ജാൻതേ ഹോ കലിയുഗി ദുനിയാ സേ അബ് പേർ ഉഡ് ഗയാ ഹേ, ബോട്ട് കാ ലങ്കാർ ഉഡായാ ഹുവാ ഹേ. അപ്പം ബാബ പറയുന്നത് നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ മനസ്സിലായി, ഈ കലിയുഗത്തിൻ്റെ ലോകത്തിൽ നിന്നും നമ്മുടെ പാദങ്ങൾ ഉയർന്നിരിക്കുകയാണ്. അതുപോലെ നങ്കൂരവും ഇവിടെ നിന്ന്, ഈ പഴയ ലോകത്തിൽ നിന്ന് നങ്കൂരവും എടുത്തിരിക്കുകയാണ് എന്ന കാര്യം ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായി എന്ന് ബാബ പറയാം. അബി ഹം ജാ രഹേ ഹേ, ബാപ്പ് ഹംകോ കഹാം ലേ ജായേംഗെ, യഹ് ബുദ്ധി മേ ഹേ, ക്യോംകി ബാപ്പ് കിവയ്യ ബി ഹേ തോ ഭഗവാൻ ബി ഹേ. അപ്പം ബാബ പറയുന്നത് ഇപ്പം നമ്മൾ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാബ നമ്മൾ കുട്ടികളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. എന്തുകൊണ്ടെന്നാൽ ബാബ പറയുന്നത് ബാബ തോണിക്കാരനുമാണ്, അതുപോലെ തോട്ടക്കാരനുമാണ്. കാട്ടോം കോ ഫൂൽ ബനാത്തേ ഹേ, മുള്ളുകളെ ബാബ പുഷ്പമാക്കി മാറ്റുന്നു. ഉൻ ജൈസ ഭഗവാൻ കോയി ഹേ നഹി ജോ കാട്ടോം കോ ഫൂൽ ബനാദേ. അപ്പം ബാബ പറയുന്നത് ഇതുപോലെയുള്ളൊരു പൂന്തോട്ടക്കാരൻ വേറെ ഉണ്ടായിരിക്കുകയില്ല. അതായത് ആരാണോ മുള്ളുകളെ പുഷ്പമാക്കി മാറ്റുന്നത്, മുള്ളുകളെ പുഷ്പമാക്കി മാറ്റുന്ന ഒരു പൂന്തോട്ടക്കാരൻ അല്ലെങ്കിൽ തോട്ടക്കാരൻ ഉണ്ടായിരിക്കുകയില്ല എന്ന് ബാബ പറയാം. യഹ് ജാദൂഗരി കോയി കം തോടേ ഹി ഹേ. അപ്പം ബാബ പറയുന്നത് ഇതങ്ങനെ ചെറിയ നിസ്സാരമായിട്ടുള്ളൊരു ഇന്ദ്രജാലമൊന്നുമല്ല അല്ലേ. ബാബ മുള്ളുകളെയാണ് പുഷ്പമാക്കി മാറ്റുന്നത്. അപ്പോൾ ഇത് അങ്ങനെ നിസ്സാരമായിട്ടുള്ളൊരു ഇന്ദ്രജാലം ഒന്നുമല്ല എന്ന് ബാബ പറയാം. കൗഡി തുല്യ ആത്മാക്കോ ഹീരെ തുല്യ ബനാത്തേ ഹേ, അതായത് കക്കയ്ക്ക് സമാനമായിട്ടുള്ള ആത്മാക്കൾ, അതായത് ഒരു ഗുണങ്ങളോ ശക്തികളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ആത്മാക്കളിൽ. അങ്ങനെയുള്ള ആത്മാക്കളെയാണ് ബാബ വജ്രതുല്യമാക്കി മാറ്റുന്നത്. അതായത് ഗുണങ്ങളാലും ശക്തികളാലും ജ്ഞാനത്താലും ഒക്കെ നിറച്ച് അത്രയും വജ്ര സമാനമാക്കി മാറ്റുന്നത് ബാബയാണ്. അതുകൊണ്ടാണ് ബാബ പറയുന്നത് ഇതത്ര നിസ്സാരമായിട്ടുള്ള ഇന്ദ്രജാലമൊന്നുമല്ല എന്ന് ബാബ പറയുന്നത്. ആജ്കൽ ജാദൂഗർ ബഹുത്ത് നിക്കലേ ഹേ, യഹ് ഹേ ടങ്കോം കി ദുനിയ. അപ്പം ബാബ പറയുന്നത് ഇന്നത്തെ കാലത്തൊക്കെ ഒരുപാട് ഈ ഇന്ദ്രജാലം കാണിക്കുന്നവരൊക്കെ വരുന്നുണ്ട്. ബാബ പറയുന്നത് ഇതിങ്ങനെ ഒരു ചതിയുടെ വഞ്ചനയുടെ ഒക്കെ ഒരു ലോകമാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഇന്ദ്രജാലം കാണിക്കുന്നവരൊക്കെ ധാരാളം വരുന്നുണ്ടെന്ന് ബാബ പറയാം. ബാപ്പ് ഹേ സദ്ഗുരു, ബാബ സദ്ഗുരുവാണ്. കഹ്ദേ ബി ഹേ സദ്ഗുരു അകാൽ, അതായത് ഇങ്ങനെയും പറയുന്നുണ്ട് സദ്ഗുരു അകാലനാണ് എന്ന് പറയുന്നുണ്ട്. ബഹുത്ത് ദൂൻസെ കഹ്തേ ഹേ, വളരെ ആരവത്തോട് കൂടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. अब जबकि खुद कहते हैं सदगुरु एक है, सर्व का सदगति दाता एक है, फिर अपने को गुरु क्यों कहलाना चाहिए, ना वह समझते हैं. അപ്പം ബാബ പറയുന്നത് എന്താണ്, അതായത് പറയും ഇങ്ങനെ, അതായത് സദ്ഗുരു ഒന്നേ ഉള്ളൂ, അതായത് എല്ലാവരുടെയും സദ്ഗതി ദാതാവ് ഒന്നേയുള്ളൂ, സദ്ഗുരു ഒന്നേയുള്ളൂ എന്നൊക്കെ സ്വയം പറയും. അതായത് ഗുരുക്കന്മാരെ പറ്റിയാണ്, സന്യാസി ഗുരുക്കന്മാരുണ്ടല്ലോ അവരെ പറ്റിയിട്ടാണ് ബാബ പറയുന്നത്. അവർ സ്വയം പറയും സദ്ഗുരു ഒന്നേയുള്ളൂ, സദ്ഗതി ദാതാവ് ഒന്നേയുള്ളൂ എന്ന് പറയും. പിന്നീട് സ്വയത്തെ എന്ത് പറയും, ഗുരു എന്ന് പറയും. അപ്പം ബാബ പറയുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ സ്വയത്തെ ഗുരു എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്ന് ബാബ ചോദിക്കാം. നാ വഹ് സമജ്തേ ഹേ നാ ലോക് ഹി കുച്ച് സമജ്തേ ഹേ, അതായത് അവർക്കും അറിയുന്നില്ല എന്താ പറയുന്നതെന്ന്, കേൾക്കുന്ന ആളുകൾക്കും അറിയുന്നില്ല എന്ന് ബാബ പറയാം.
ഇസ് പുരാനി ദുനിയാമേം രക്കാഹി ക്യാ ഹെ, അതായത് ഈ പഴയ ലോകത്തിൽ എന്തിരിക്കാനാണ് എന്ന് ബാബ പറയാം. ബച്ചോം കോ ജബ് മാലൂം ഹോത്താ ഹെ ബാബ നയാ ഘർ ബനാ രഹേ ഹെ തോ ऐसा कौन होगा जो नए घर से नफरत പുരാനെ ഘർ സെ പ്രീത് രക്കേങ്കെ. ഇപ്പൊ ബാബ ചോദിക്കുകയാണ്, അപ്പോൾ അച്ഛൻ കുട്ടികൾക്ക് വേണ്ടി പുതിയ ഒരു വീട് ഉണ്ടാക്കണമെന്ന് അറിയുകയാണെങ്കിൽ ഏത് കുട്ടികളാണ് ഈ പുതിയ വീടിനോട് അവർക്കൊരു ഇഷ്ടക്കേടും പഴയ ആ വീടിനോട് പ്രീതിയും ഉണ്ടായിരിക്കുക എന്ന് ബാബ ചോദിക്കാം. ബുദ്ധിമേം നയാ ഘർ ഹി യാദ് രഹതാ ഹെ, ബുദ്ധിയിൽ എപ്പോഴും പുതിയ വീട് തന്നെയാണ് ഉണ്ടായിരിക്കുക. അല്ലാതെ ബാബ ചോദിക്കുന്നത് ഏത് കുട്ടികൾക്കാണ് പുതിയ വീടിനെ ഓർമ്മയില്ല, അല്ലെങ്കിൽ പുതിയ വീടിനോട് ഒരു ഇഷ്ടക്കേടും പഴയ ആ ലോകത്ത് അല്ലെങ്കിൽ പഴയ വീടിനോട് ഇഷ്ടവും ഉണ്ടായിരിക്കുക. അച്ഛൻ ഒരു പുതിയ വീട് പണിയുന്നു എന്നറിയുമ്പോൾ ഏതൊരു കുട്ടിക്കും എപ്പോഴും ബുദ്ധിയിൽ ഏതാ ചിന്തയുണ്ടായിരിക്കുക? ആ പുതിയ വീടിനെ കുറിച്ചായിരിക്കും ചിന്തയുണ്ടായിരിക്കുക എന്ന് ബാബ പറയാം. തും ബേഹദ് ബാപ്പ് കെ ബച്ചേ ബനെ ഹോ തോ തുമേം സ്മൃതി രഹനി ചാഹിയേ കി ബാപ്പ് ഹമാരേ ലിയേ ന്യൂ വേൾഡ് ബനാ രഹേ ഹേ. അപ്പം ബാബ പറയുന്നത്, നിങ്ങൾ പരിധിയില്ലാത്ത അച്ഛൻ്റെ കുട്ടികളായി മാറിയിട്ടുണ്ടെങ്കിൽ ബാബ പറയുന്നത് നിങ്ങൾ കുട്ടികളിൽ ഈ സ്മൃതി ഉണ്ടായിരിക്കണം. അതായത് ബാബ ഞങ്ങൾക്ക് വേണ്ടി പുതിയ ലോകം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ബാബയുടേതായി മാറി. അപ്പം നമുക്ക് ഏത് സ്മൃതി വേണമെന്ന ബാബ പറയുന്നത്? അച്ഛൻ നമുക്ക് വേണ്ടി, നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പുതിയ ലോകം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യം നിങ്ങളുടെ സ്മൃതിയിൽ വേണമെന്ന് ബാബ പറയാം. ഹം ഉസ് ന്യൂ വേൾഡ് മേം ജാത്തേ ഹെ, നമ്മൾ കുട്ടികൾ ആ പുതിയ ലോകത്തിലേക്കാണ് പോകുന്നത്. ഉസ് ന്യൂ വേൾഡ് കെ അനേക നാം ഹെ, ആ പുതിയ ലോകത്തിന് ഒരുപാട് പേരുകളുണ്ടെന്ന് ബാബ പറയാം. സത്യയുഗ്, ഹെവൻ, പാരഡൈസ്, വൈകുണ്ഠ് ആദി. അതായത് അതിൽ കുറച്ച് പേരുകൾ ബാബ പറയാണ്. പുതിയ ലോകത്തെ എന്ത് പറയും? സത്യയുഗ് എന്ന് പറയും, ഹെവൻ എന്ന് പറയും, അതുപോലെ പാരഡൈസ്, വൈകുണ്ഠ്, ഇങ്ങനെയൊക്കെ പറയും. തുമാരി ബുദ്ധി അബ് പുരാനി ദുനിയാ സെ ഉഡ് ഗയേ ഹെ ക്യൂംകി പുരാനി ദുനിയാ മേം ദുഃഖ് ഹി ദുഃഖ് ഹെ. ബാബ പറയുന്നത്, നിങ്ങളുടെ ബുദ്ധി ഇപ്പോൾ ഈ പഴയ ലോകത്തിൽ നിന്നും ഉയർന്നിരിക്കുകയാണ്. കാരണം നമ്മൾ കുട്ടികൾക്കറിയാം ഈ പഴയ ലോകത്തിൽ ദുഃഖം തന്നെ ദുഃഖമാണ്. അപ്പം ഇതിൽ നിന്നും നമ്മൾ ബുദ്ധിയോഗം മാറ്റിയിരിക്കുകയാണ്. അതാണ് ബാബ പറയുന്നത്. ഇസ്കാ നാം ഹി ഹെ ഹെൽ, കാട്ടോം കാ ജംഗൾ, രൗരവ് നരക്, കംസപുരി. അപ്പോൾ ഈ പഴയ ലോകത്തിൻ്റെ പേരുകൾ ഏതൊക്കെയാണ് ബാബ പറയുന്നത്? ഹെൽ എന്ന് പറയും, അതുപോലെ മുള്ളുകളുടെ കാടെന്ന് പറയും, രൗരവ നരകം എന്ന് പറയും, കംസപുരി. ഇതൊക്കെ ഈ പഴയ ലോകത്തിൻ്റെ പേരുകളാണ്. ഇൻകാ അർത്ഥ ബി കോയി നെഹി ജാൻതേ, ഇതിൻ്റെ അർത്ഥം ആർക്കും അറിയില്ല എന്ന് ബാബ പറയാ. പത്തർ ബുദ്ധി ഹേന, കല്ല് ബുദ്ധികളല്ലേ എന്ന് ബാബ ചോദിക്കാം. ഭാരത് കാ ദേക്കോ ഹാൽ ക്യാ ഹേ, അതായത് ഭാരതത്തെ നോക്കൂ നിങ്ങൾ, ഇപ്പോൾ ഭാരതത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുകയാണെന്ന് ബാബ പറയാം. ബാപ് കഹത്തെ ഹേ ഇസ് സമയ് സബ് പത്തർ ബുദ്ധി ഹേ. അപ്പം ബാബ എന്താ പറയുന്നത്? ഈ ഒരു സമയം എല്ലാവരും കല്ലുബുദ്ധികളാണെന്ന് ബാബ പറയാം. സത്യയുഗമേ സബ് ഹേ പാരസ് ബുദ്ധി, യഥാ രാജ റാണി തഥാ പ്രജ. അപ്പം സത്യയുഗത്തിൽ നോക്കുകയാണെങ്കിലോ എല്ലാവരും പവിഴ ബുദ്ധികളാണെന്ന് ബാബ പറയാം. അതായത് എങ്ങനെയാണോ രാജാവും റാണിയും അതുപോലെ പ്രജ. കാരണം അവിടെ രാജാവും റാണിയും എങ്ങനെയാണ്? സദോ പ്രധാനമാണ്, ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പം അതുപോലെ തന്നെയാണ് പ്രജകളും. അപ്പം അവരുടെയും ബുദ്ധി പവിഴ ബുദ്ധി, പ്രജകളുടെയും അതുപോലെ തന്നെയായിരിക്കും. ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാലോ ഇവിടുത്തെ അവസ്ഥ. അതാണ് ബാബ പറയുന്നത് എല്ലാവരും കല്ലുബുദ്ധികളാണ് എന്ന് പറയുന്നത്. യഹാം തോ ഹേ ഹി പ്രജാക്ക പ്രജാ പർ രാജ്യ, ഇസ്ലിയെ സബ്കി സ്റ്റാമ്പ് ബനാത്തെ രഹത്തെ ഹെ. അപ്പം ബാബ പറയുന്നത് ഇവിടെ നോക്കുകയാണെങ്കിലോ പ്രജകൾക്കു മേൽ പ്രജകളുടെ ഭരണമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സ്റ്റാമ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് ബാബ പറയാം. തും ബച്ചോം കി ബുദ്ധി മേം യഹ് യാദ് രഹന ചാഹിയേ ഊഞ്ചത്തെ ഊഞ്ച് ഹേ ബാപ്പ്. ബാബ പറയുന്നത് നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ ഈ ഒരു കാര്യം ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അതായത് ഉയർന്നതിലും ഉയർന്നത് അച്ഛനാണ്. ഫിർ സെക്കൻഡ് നമ്പർ മേം ഊഞ്ച് കോൻ ഹേ,
ബ്രഹ്മ വിഷ്ണു ശങ്കർ കി തോ കോയി ഊഞ്ചായി നഹി ഹെ. ബാബ പറയുന്നത് പിന്നീട് സെക്കൻഡ് നമ്പറിൽ ഉയർന്നത് ആരാണെന്ന് ബാബ ചോദിക്കാം. ബ്രഹ്മ വിഷ്ണു ശങ്കരന് അത്രയ്ക്കുമൊന്നും മഹിമയില്ല എന്ന് ബാബ പറയാം. ശങ്കർ കി തോ കോയി ഊഞ്ചായി നഹി ഹെ. ശങ്കർ കി തോ പഹർ വായ്സ് ആദി ഹി കൈസെ ബനാ ദി ഹെ. കഹ് ദേത്തെ ഹെ വഹ് ബാങ് പീത്തെ ദത്തൂര കാത്തെ യഹ് തോ ഇൻസൾട്ട് ഹേന. ബാബ പറയുന്നത് ശങ്കരന്റെ ആ രൂപത്തെ ഏതൊക്കെ രീതിയിലാണ് കാണിച്ചിരിക്കുന്നതെന്ന് ബാബ പറയാം. ഇങ്ങനെയും പറയും ശങ്കരൻ, അതായത് കാളക്കൂട വിഷം കുടിച്ചു, അതായത് വിഷക്കായ കഴിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശങ്കരനെ കുറിച്ച് പറയുന്നുണ്ട്. ബാബ പറയുന്നത് ഇതെല്ലാം അപമാനിക്കലല്ലേ എന്ന് ബാബ ചോദിക്കാം. ഒരു അനാദരവ് കാണിക്കലല്ലേ? യഹ് ബാത്തേം ഹോത്തി നഹി. ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയാ ബാബ. യഹ് അപ്പനെ ധർമ്മക്കോ ഹി ഭൂലേ ഹുയേ ഹെ. അതായത് ഇവരെല്ലാം സ്വന്തം ധർമ്മം തന്നെ മറന്നു പോയിരിക്കുകയാണ് എന്ന് ബാബ പറയാ. അപ്പനെ ദേവതാവോം കെ ലിയേ ക്യാ ക്യാ കഹത്തെ രഹത്തെ ഹെ, കിത്നി ബേ ഇജ്ജസ്തി കർത്തേ ഹെ. ബാബ പറയുന്നത്, അതായത് ദേവതമാരുടെ മേലും എന്തൊക്കെയാണ് പറയുന്നത് അല്ലെ, ഒരുപാട് ഗ്ലാനി പറയുന്നുണ്ടല്ലോ. അപ്പോൾ ദേവതമാരുടെ മേലും എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, എത്ര മാത്രം അനാദരവാണ് കാണിക്കുന്നത് എന്ന് ബാബ ചോദിക്കാം. തബ് ബാപ്പ് കഹത്തെ ഹെ മേരി ബി ബേ ഇജ്ജത്തി ശങ്കർ കി ബ്രഹ്മ കി ബി ബേ ഇജ്ജത്തി. അതായത് എന്നെയും അനാദരവ് ചെയ്തു, അതുപോലെ ശങ്കരനെയും ബ്രഹ്മാവിനെയും ഒക്കെ അനാദരവ് ചെയ്യുകയാണെന്ന് ബാബ പറയാ. വിഷ്ണു കി ബേ ഇജ്ജത്തി നെഹി ഹോത്തി. വിഷ്ണുവിനെ അത്രയ്ക്കൊന്നും അനാദരവ് കാണിക്കുന്നില്ല എന്ന് പറയാ ബാബ. വാസ്തവമേ ഗുപ്ത് ഉൻകി ബി കർത്തേ ഹെ ക്യൂംകി വിഷ്ണു ഹി രാധേ കൃഷ്ണ ഹെ. ബാബ പറയുന്നത് വാസ്തവത്തില് വളരെ ഗുപ്തമായിട്ട് വിഷ്ണുവിനും അനാദരവ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാ ബാബ പറയുന്നത്? വിഷ്ണു എന്ന് പറയുന്നത് രാധാകൃഷ്ണനാണല്ലോ, കമ്പൈൻഡ് രൂപമാണല്ലോ ലക്ഷ്മി നാരായണന്റെ. അപ്പോൾ ബാബ പറയുന്നത് ഗുപ്തമായിട്ട് നോക്കുമ്പോൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അധികം ഭക്തിമാർഗത്തിൽ നോക്കുമ്പോൾ വിഷ്ണുവിനെ അധികം അങ്ങോട്ട് ഗ്ലാനിയൊന്നും ചെയ്യുന്നില്ല എന്ന് ബാബ പറയാം. അധികം അനാദരവൊന്നും വിഷ്ണുവിന് മേലില്ല എന്ന് പറയാ ബാബ. അബ് കൃഷ്ണ ചോട്ടാ ബച്ചാ തോ മഹാത്മാസേ ബി ഊഞ്ച് ഗായാ ജാത്താ ഹെ. അപ്പൊ ബാബ പറയുന്നത് കൃഷ്ണൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മഹാത്മാവിനേക്കാളും ഉയർന്നതാണ് എന്ന് പാടപ്പെടുന്നുണ്ട്. യഹ് ബ്രഹ്മ തോ പീച്ചെ സന്യാസ് കർത്തേ ഹെ വഹു തോ ചോട്ടാ ബച്ചാ ഹേ ഹി പവിത്ര. ഈ ബ്രഹ്മാവും പിന്നീടാണ് സന്യാസം ചെയ്യുന്നത്. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ബ്രഹ്മാവും എന്തായിരുന്നു? പവിത്രമായിരുന്നു. പിന്നീട് ആണ് ബ്രഹ്മാവ്, അതായത് ലാസ്റ്റാണ് ബ്രഹ്മാവ് സന്യാസം ചെയ്യുന്നത് എന്ന് ബാബ പറയാം. പാപ് ആദിക്കോ ജാൻതേ നഹി. അപ്പൊ ബാബ പറയുന്നത് തോ ഊഞ്ചത്തെ ഊഞ്ച് ഹേ ശിവ ബാബ ഫിർ ബി ബിച്ചാരോം കോ പതാ നഹി ഹേ കി പ്രജാപിത ബ്രഹ്മ കഹാം ഹോനാ ചാഹിയേ. അപ്പൊ ബാബ പറയുന്നത് ഉയർന്നതിലും ഉയർന്നതാണ് ശിവബാബ. പിന്നീട് ബാബ പറയുന്നത് പാവങ്ങൾക്ക് അറിയുന്നില്ല ഈ പ്രജാപിത ബ്രഹ്മാവ് എവിടെ നിന്നാണ് വന്നത്, എങ്ങനെയാണ് വന്നത്, അത് അറിയുന്നില്ല എന്ന് ബാബ പറയാം. പ്രജാപിത ബ്രഹ്മാക്കോ ദിക്കാത്തെ ബി ശരീരധാരി ഹെ. പ്രജാപിത ബ്രഹ്മാവിനെ ശരീരധാരിയായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അജ്മേർ മേം ഉൻകാ മന്ദിർ ഹെ. അജ്മീറിൽ ബ്രഹ്മാവിനൊരു ക്ഷേത്രമുണ്ടെന്ന് ബാബ പറയാം. ദാടി മൂച്ച് ദേത്തേ ഹേ ബ്രഹ്മാക്കോ. അതായത് താടിയും മീശയൊക്കെ കാണിക്കുന്നുണ്ട് ബ്രഹ്മാവിനെന്ന് പറയാം. ശങ്കർ വാ വിഷ്ണുക്കോ നെഹി ദേത്തെ. ശങ്കരനോ വിഷ്ണുവിനോ ഒന്നും അങ്ങനെ കാണിക്കുന്നില്ല. തോ യഹ് സമജ് കി ബാത്ത് ഹേ. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് എന്ന് ബാബ പറയാ. അപ്പൊ ബ്രഹ്മാവ് എന്ന് പറയുന്നത് നമുക്ക് ബാബ മനസ്സിലാക്കി തന്നു. കൃഷ്ണന്റെ അവസാനത്തെ ജന്മം, അവസാനത്തെ ജന്മത്തിൽ വരുന്ന ആ ആത്മാവിന്റെ ആ ശരീരത്തെയാണ് ബ്രഹ്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബ്രഹ്മാവിന്റെ വാനപ്രസ്ഥ അവസ്ഥ, അതായത് ആ ഒരു വാർദ്ധക്യത്തിലാണ് ശിവബാബ പ്രവേശിച്ചിട്ട് ബ്രഹ്മ എന്ന നാമം കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ബ്രഹ്മാവിനെ എന്താണ് ഈ താടിയും മീശയും വെച്ച് കുറച്ച് പ്രായമായിട്ടാണ് കാണിക്കുന്നതല്ലോ. അതാണ് ബാബ പറയുന്നത് ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണെന്ന് പറയാ ബാബ.
പ്രജാപിത ബ്രഹ്മ സൂക്ഷ്മവദൻ മേം കൈസേ ഹോഗ. സൂക്ഷ്മവദനത്തിലെ പ്രജാപിത ബ്രഹ്മാവ് എങ്ങനെയാകും ഉണ്ടാകുക എന്ന് ചോദിക്കുക ബാബ. വഹുത്തോ യഹാം ഹോനാ ചാഹിയെ. പ്രജാപിത ബ്രഹ്മാവ് ഇവിടെയാണ് വേണ്ടതെന്ന് പറയാ ബാബ. ഇസ് സമയ് ബ്രഹ്മാക്കി കിത്തിനി സന്താൻ ഹേ. ഈ സമയത്ത് ബ്രഹ്മാവിന്റെ എത്ര സന്താനങ്ങളാണുള്ളത്? ലിഖാ ഹുവാ ഹേ പ്രജാപിത ബ്രഹ്മാ കുമാർ കുമാരിയാം ഇത്തനെ ഡേർ ഹേ തോ ജരൂർ പ്രജാപിത ബ്രഹ്മാ ഹോഗ. ബാബ പറയുന്നത് എന്താണ്? ഇങ്ങനെയും എഴുതപ്പെട്ടിട്ടുണ്ട്. അതായത് പ്രജാപിത ബ്രഹ്മകുമാർ കുമാരിമാര് ഇത്രയ്ക്കും അധികമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രജാപിത ബ്രഹ്മാവും ഉണ്ടായിരിക്കും. ചൈതന്യ ഹേതോ ജരൂർ കുച്ച് കർത്തേ ഹോങ്കെ. ചൈതന്യത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് ബാബ പറയാം. ക്യാ പ്രജാപിത ബ്രഹ്മ സിർഫ് ബച്ചേ ഹി പൈദാ കർത്തേ ഹേ യാ ഓർ ബി കുച്ച് കർത്തേ ഹേ. അതായത് എന്താ പ്രജാപിത ബ്രഹ്മാവ് കേവലം കുട്ടികളെ അതായത് സന്താനങ്ങൾക്ക് ജന്മം കൊടുക്കുകയാണോ അതോ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ബൽ ആദി ദേവ് ബ്രഹ്മ ആദി ദേവി സരസ്വതി കർത്തേ ഹേ പരംതോ ഉൻകാ പാർട്ട് ക്യാ ഹേ യഹ് കിസ്കോ ബി പതാ നഹി ഹേ. ബാബ പറയുന്നുണ്ട് അതായത് ആദിദേവൻ ബ്രഹ്മാവ് ആദിദേവി സരസ്വതി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ബാബ പറയുന്നത് അവരുടെ പാർട്ട് എന്താണ് അതിനെക്കുറിച്ച് ആർക്കും അറിയില്ല അല്ലെ. ബ്രഹ്മാവിൻ്റെയും സരസ്വതിയുടെയും പാർട്ട് എന്താണ്, ആദിദേവൻ ആദിദേവി ഇവരുടെ പാർട്ട് എന്താണ് എന്ന കാര്യം ആർക്കും അറിയില്ല എന്ന് ബാബ പറയാം. രജത ഹേ തോ ജരൂർ യഹാം ഹോക്കർ ഗയാ ഹോഗ. ബാബ പറയുന്നത് രചയിതാവാണെങ്കിലോ തീർച്ചയായിട്ടും ഇവിടെ വന്നു പോയിട്ടുണ്ടാകുമെന്ന് ബാബ പറയാം. ജരൂർ ബ്രാഹ്മണോം കോ ശിവബാബാനെ അഡോപ്റ്റ് കിയാ ഹോഗ. തീർച്ചയായിട്ടും ഈ ബ്രാഹ്മണരെ ശിവബാബ തന്നെയാണ് ദത്തെടുത്തിരിക്കുന്നത്. നെഹി തോ ബ്രഹ്മ കഹാം സേ ആയേ. ഇല്ല എങ്കില് ബ്രഹ്മാവ് എവിടെ നിന്നാണ് വന്നത് എന്ന് ബാബ ചോദിക്കാം. യഹ് നയി ബാതേം ഹേന. ഇതെല്ലാം പുതിയ കാര്യങ്ങളല്ലേ എന്ന് ബാബ പറയാം. ജബ് തക് ബാപ്പ് നഹി ആയാ ഹേ തബ് തക് കോയി ജാൻ നഹി സക്തേ. ഏതുവരെ ബാബ വരുന്നില്ലയോ അതുവരെ ഈ കാര്യങ്ങളൊന്നും ആർക്കും അറിയാൻ കഴിയില്ല എന്ന് ബാബ പറയാം. ജിസ്കാ ജോ പാർട്ട് ഹേ വഹി ബജാത്തെ ഹേ. അതായത് ആർക്ക് എന്ത് പാർട്ടാണോ ഉള്ളത് അതാണ് അവർ അഭിനയിക്കുന്നത്. അതായത് ഓരോ ആത്മാവിലും അവരവരുടേതായ പാർട്ടുണ്ട്, അത് തന്നെയാണ് അവർ അഭിനയിക്കുക എന്ന് ബാബ പറയാം. ബുദ്ധനെ ക്യാ പാർട്ട് ബജായ കബ് ആയ ക്യാ ആക്കർ കിയ കോയി നഹി ജാൻതേ. അതായത് ബുദ്ധന്റെ പാർട്ട് എന്താണ്, എന്ത് പാർട്ടാണ് ബുദ്ധൻ അഭിനയിച്ചത്, എപ്പോഴാണ് വന്നത്, വന്നിട്ട് എന്താണ് ചെയ്തത്, ഇതൊന്നും ആർക്കും അറിയില്ല എന്ന് ബാബ പറയാ. തും അഭി ജാൻതേ ഹോ ക്യാ വഹ് ഗുരു ഹേ ടീച്ചർ ഹേ ബാപ്പ് ഹേ നഹി സദ്ഗതി തോ ദേ നാ സകെ. അപ്പൊ ബാബ പറയുന്നത് നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പൊ അറിയാം, അതായത് ബുദ്ധൻ എന്താന്നുള്ളതൊക്കെ. ബാബ പറയുന്നത് എന്താ, ബുദ്ധൻ ഗുരുവാണോ ടീച്ചറാണോ അതോ അച്ഛനാണോ? അല്ല അല്ലെ, ബുദ്ധൻ ഒരിക്കലും അങ്ങനെ പറയില്ലല്ലോ, അച്ഛൻ ടീച്ചർ സദ്ഗുരു എന്ന് പറയില്ല. സദ്ഗതി തരാനും ബുദ്ധന് സാധിക്കില്ല. വഹുത്തോ സിർഫ് അപ്പനെ ധർമ്മക്കെ രജതാ ടഹരെ ഗുരു നഹി. അതായത് ബുദ്ധൻ എന്ന് പറയുന്നത് കേവലം ആ ബുദ്ധധർമ്മം സ്ഥാപിച്ചു അല്ലെ, അല്ലാതെ ഗുരു ഒന്നുമല്ല എന്ന് ബാബ പറയാം. ബാപ്പ് ബച്ചോം കോ രജതേഹേ രജതേഹേ. അതായത് അച്ഛനാണ് കുട്ടികളെ ഉണ്ടാക്കുന്നതെന്ന് പറയാ ബാബ. ഫിർ പഠാത്തേഹേ, പിന്നീട് പഠിപ്പിക്കുന്നു. ബാപ്പ് ടീച്ചർ ഗുരു തീനോം ഹി ഹേ. ഇവിടെയാണെങ്കിലോ ബാബ എന്ന് പറയുന്നത് അച്ഛനും ടീച്ചറും ഗുരുവും കൂടിയാണ്, മൂന്നും കൂടിയാണ്. സാധാരണ ഇതില് അച്ഛൻ കുട്ടികളെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അച്ഛനായിട്ട് മാറും, പിന്നീട് അവരെ പഠിപ്പിക്കുകയും ചെയ്യും അല്ലെ. അതാണ് ബാബ പറയുന്നത്. ദൂസരെ കോയി കോ തോടെ ഹി കഹേങ്കെ കി തും പഠാവോ ഓർ കോയി കെ പാസ് യഹ് നോളജ് ഹേ ഹി നഹി. അപ്പൊ ബാബ പറയുന്നത് വേറെ ആരുടെ അടുത്തും ഈ ഒരു അറിവ് ഇല്ല എന്ന് ബാബ പറയാം. ബേഹദ് കാ ബാപ്പ് ഹി ഗ്യാൻ കാ സാഗർ ഹേ. പരിധിയില്ലാത്ത അച്ഛനാണ്,
ജ്ഞാനത്തിൻ്റെ സാഗരൻ എന്ന് ബാബ പറയാ. തോ ജരൂർ ജ്ഞാൻ സുനായേങ്കെ, അപ്പൊ തീർച്ചയായിട്ടും ജ്ഞാനം നമ്മളെ കേൾപ്പിക്കും. കാരണം അച്ഛൻ ജ്ഞാനസാഗരനാണ്. അപ്പൊ അച്ഛൻ കുട്ടികൾക്ക് തീർച്ചയായും ഈ ജ്ഞാനം കേൾപ്പിക്കുമെന്ന് ബാബ പറയാം. ബാപ്നെ ഹി സ്വർഗ കാ രാജ്യഭാഗ്യ ദിയാത, ബാബ തന്നെയാണ് നമ്മൾ കുട്ടികൾക്ക് സ്വർഗത്തിന്റെ രാജ്യഭാഗ്യം തന്നത്. അബി ഫിർ സേ ദേ രഹേ ഹെ, ഇപ്പൊ വീണ്ടും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ബാപ്പ് കഹത്തെ ഹേ തും ഫിർ സേ 5000 വർഷ ബാദ് ആക്കർ മിലേ ഹോ. ബാബ പറയുന്നത് നിങ്ങൾ കുട്ടികൾ വീണ്ടും 5000 വർഷത്തിനു ശേഷം വന്നിട്ട് കാണുകയാണ്. ബച്ചോം കോ അന്തർ മേ ഖുശി ഹേ ജിസ്കോ സാരി ദുനിയ ഡൂണ്ട് രഹി ഹേ വഹ് ഹമേ മിൽ ഗയാ. അപ്പൊ ബാബ പറയാണ് കുട്ടികളുടെ ഉള്ളില് എത്രയ്ക്കും സന്തോഷമുണ്ട്, അത്രമാത്രം സന്തോഷമുണ്ട്. കാരണം എന്താ, ആരെയാണോ മുഴുവൻ ലോകവും അന്വേഷിക്കുന്നത് ആ ഭഗവാനെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അല്ലെ, മുഴുവൻ ലോകവും ഭഗവാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുക, ആ ഭഗവാനെയാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന സന്തോഷം കുട്ടികളുടെ ഉള്ളിൽ ധാരാളമുണ്ടെന്ന് ബാബ പറയാം. ബാബ കഹത്തെ ഹേ ബച്ചേ തും 5000 വർഷ കെ ബാദ് ഫിർ സേ ആക്കർ മിലേ ഹോ. ബാബ കുട്ടികളോട് വീണ്ടും പറയാണ്, കുട്ടികളെ നിങ്ങൾ 5000 വർഷത്തിനു ശേഷം വീണ്ടും വന്ന് കണ്ടുമുട്ടും. ബച്ചെ കഹത്തെ ഹേ ഹാ ബാബ ഹം ആപ്കോ അനേക ബാർ മിലേ ഹേ. അപ്പൊ കുട്ടികൾ എന്താ പറയാ ബാബയോട്, അതേ ബാബ, ഞങ്ങൾ ബാബയെ അനേക പ്രാവശ്യം കണ്ടിട്ടുണ്ട്, അനേക പ്രാവശ്യം കണ്ടുമുട്ടിയിട്ടുണ്ടെന്ന് പറയാ ബാബ. ബൽ കിത്നാ ബി കോയി തുംകോ മാരെ പീട്ടെ അന്തർ മേ തോ വഹ് ഖുശി ഹേന. അപ്പൊ ബാബ പറയുന്നത്, ഓക്കെ, നിങ്ങൾ എത്രമാത്രം ബാക്കിയുള്ള ആരെങ്കിലും നിങ്ങളെ അടിക്കോ പീഡിപ്പിക്കുകയോ ഒക്കെ ചെയ്താലും ബാബ പറയുന്നത് നിങ്ങളുടെ ഉള്ളില് സന്തോഷം ഇല്ലേ, ആ സന്തോഷം നിങ്ങളുടെ ഉള്ളിലില്ലേ. കാരണം കിട്ടിയിരിക്കുന്നത് ആരെയാണ്, സ്വയം ഭഗവാനെയാണ്. ശിവബാബ കെ മിൽനേക്ക് യാദത്തോ ഹേന, അതായത് ശിവബാബയെ കണ്ടുമുട്ടുക എന്ന ഓർമ്മയും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കില്ലേ എന്ന് ബാബ ചോദിക്കാം. യാദ് സേഹി കിത്തനെ പാപ കട്ടേ ഹേ, ആ ഓർമ്മയിലൂടെ നിങ്ങളുടെ എത്ര പാപമാണ് മുറിയുന്നത്. അബലാവോം ബാന്തേലിയോം കോ തോ ഓർ ഹി ജാസ്തി കട്ടെ ഹേ ക്യോംകി വഹ് ജാസ്തി ശിവബാബ കോ യാദ് കർത്തി ഹേ. ബാബ പറയുന്നത് അബലകള്, അതുപോലെ തന്നെ ബന്ധിതരായിട്ടുള്ള ബന്ധിതരായത് ബാബേനെ കാണാൻ സാധിക്കാത്തവരുണ്ടായിരിക്കും, അതുപോലെ അബലകളുണ്ടായിരിക്കും, കുടുംബത്തിൽ ഒരുപാട് ബന്ധനമുള്ളവരുണ്ടായിരിക്കും. ബാബ പറയുന്നത് അവർക്ക് കൂടുതലും ബാബയെ ഓർമ്മിക്കാൻ പറ്റും, അതുകൊണ്ട് തന്നെ അവരുടെ കൂടുതൽ പാപവും നശിക്കുന്നു ബാബ പറയാം. അതായത് അവരത്രമാത്രം ശിവബാബയെ ഓർമ്മിക്കുകയാണ്. ആ ശിവബാബയെ അത്രയും ഓർമ്മിക്കുമ്പോൾ അവരുടെ പാപം കൂടുതൽ നശിക്കുന്ന ബാബ പറയാം. അത്യാചാർ ഹോത്തെ ഹേ തോ ബുദ്ധി ശിവബാബ കി തരഫ് ചലി ജാത്തി ഹേ. ബാബ പറയുന്നത് അത്യാചാരമൊക്കെ സംഭവിക്കുമ്പോൾ ബുദ്ധി എവിടേക്ക് പോകും, ശിവബാബയുടെ നേരെ പോകും. ശിവബാബ രക്ഷാകരോ, അപ്പൊ അവരെന്താ പറയാ, ബാബ ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ബുദ്ധി ശിവബാബയുടെ നേരെ പോകും. തോ യാദ് കർണ അച്ഛാ ഹേന. അപ്പൊ ബാബ പറയുന്നത് അപ്പൊ ഓർമ്മിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ. കാരണം ബാബ പറയാറുണ്ടല്ലോ, ഓർമ്മയിലൂടെയാണ് നിങ്ങളുടെ വികർമ്മം വിനാശമാകുക. അപ്പോൾ എന്ത് അത്യാചാരങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ബാബയുടെ അടുത്തേക്ക് ബുദ്ധി പോകും, അതായത് ബാബയുടെ ഓർമ്മ വരും. അപ്പൊ ഓർമ്മ നല്ലതല്ലേ എന്ന് ബാബ ചോദിക്കാം. ഭലെ റോസ് മാർക്കാവോ ശിവബാബാക്കോ യാദ് കരേങ്കി യഹുത്തോ ബലായി ഹേന. അപ്പൊ ബാബ പറയുന്നത് ഓക്കെ, നിങ്ങൾ ദിവസവും ഈ ശിക്ഷയൊക്കെ അനുഭവിക്കൂ എന്ന് പറയാ. അപ്പൊ നിങ്ങൾ ശിവബാബയെ ഓർമ്മിക്കുമല്ലോ, അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് മംഗളവും ഉണ്ടാകും. ഏസേ മാർ പർ തോ ബലിഹാർ ജാനാ ചാഹിയേ. അതായത് ഇങ്ങനെ നിങ്ങൾക്ക് ശിക്ഷകളൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്തായി മാറും, സമർപ്പണമായി മാറും. കാരണം എപ്പോഴും ബാബയെ ഓർമ്മിക്കായിരിക്കുമല്ലോ, അപ്പൊ ബാബയിൽ സമർപ്പണമായിട്ട് മാറുന്നു പറയാ ബാബ. മാർ പഴുത്തി ഹേ തോ യാദ് കർത്തേ ഹേ. അതായത് ഈ അടിയൊക്കെ ഏൽക്കുമ്പോഴാണല്ലോ ബാബയെ ഓർമ്മിക്കാം. കഹത്തെ ഹേ ഗംഗാ ജൽ മുഖമേ ഹോ ഗംഗാ കാ തട്ട് ഹോ തബ് പ്രാൺ തൻ സേ നിക്കലേ. അതായത് ഇങ്ങനെ പറയുന്നുണ്ട്, ഗംഗാജലം വായിലിരിക്കുമ്പോൾ, ഗംഗയുടെ തീരത്തായിരിക്കുമ്പോൾ അപ്പോഴാണ് പ്രാണൻ ശരീരത്തിൽ നിന്നും പോകേണ്ടത് എന്ന്
പറയാറുണ്ടെന്ന് പറയാ ബാബ. തുംകോ ജബ് മാർ മിൽത്തി ഹേ ബുദ്ധി മേം അൽഫ് ഓർ ബേ യാദ് ഹോ. അതായത് ബാബ പറയുന്നത്, നിങ്ങൾ കുട്ടികൾക്ക് ഈ അടിയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ എന്തായിരിക്കും ഉണ്ടാകാം? അതായത് അള്ളാഹുവും സമ്പത്തും. ബസ് ബാബ കഹനെ സെ വർഷ ജരൂർ യാദായേഗ. ബാബ പറയുന്നത്, ബാബ എന്ന് പറയുന്നതിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ സമ്പത്തും ഓർമ്മ വരുമെന്ന് ബാബ പറയാം. ऐसा कोई भी नहीं होगा जिसको ബാബ कहने से വർഷ യാദ് നാ പടേ. അതായത് ബാബ പറയുന്നത്, ഇങ്ങനെ ആരും ഉണ്ടായിരിക്കില്ല, അതായത് ബാബ എന്ന് പറയുന്നതിലൂടെ സമ്പത്ത് ഓർമ്മ വരാത്തതായിട്ട് ആരും ഉണ്ടായിരിക്കില്ല എന്ന് ബാബ പറയാം. ബാപ്പ് കെ സാത്ത് മിൽക്കിയത്ത് ജരൂർ യാദ് ആയേഗി. ബാബയോടൊപ്പം തന്നെ ബാബ തരുന്ന സമ്പത്തും തീർച്ചയായിട്ടും ഓർമ്മ വരുന്ന് ബാബ പറയാം. തുംകോ ബി ശിവബാബ കെ സാത്ത് വർഷ സരൂർ യാദ് ആയേഗ. നിങ്ങൾ കുട്ടികൾക്കും ശിവബാബയോടൊപ്പം ബാബ തരുന്ന സമ്പത്തും തീർച്ചയായിട്ടും ഓർമ്മ വരുന്ന ബാബ പറയാം. വഹുത്തോ തുംകോ വിഷ്കേലിയെ മാർ ദേക്കർ ശിവബാബ കി യാദ് ദിലാത്തേ ഹേ. അതായത് കുറെ കുട്ടികളുണ്ടല്ലോ, ബന്ധനത്തിലൊക്കെയുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവർ ബാബയുടെ അടുത്തൊക്കെ പോകണമെന്ന് പറയുമ്പോൾ അവർക്ക് അടിയെല്ലാം ലഭിക്കും. അതാ ബാബ പറയുന്നത്, മറ്റുള്ള അതായത് അവര് വിഷത്തിന് വേണ്ടി, വികാരത്തിന് വേണ്ടിയിട്ടൊക്കെ വളരെയധികം അടിക്കലും പീഡിപ്പിക്കലൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പൊ ബാബ പറയുന്നത്, അവർ വിഷത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ അടിക്കുന്നത്, പക്ഷെ ആ സമയത്ത് നിങ്ങൾ ആരെയാണ് ഓർമ്മിക്കുന്നത്? ശിവബാബയെ. അപ്പൊ ബാബ പറയുന്നത്, ശിവബാബയെ ഓർമ്മിക്കുക എന്നുള്ള കാര്യം അവരും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണെന്ന് പറയാം. അതായത് അടി കിട്ടുമ്പോൾ ബാബനെ ഓർമ്മിക്കും. അതാ ബാബ പറയുന്നത്. തും ബാപ്പ് സെ വർഷ പാത്തേ ഹോ പാപ് കട്ട് ജാത്തേ ഹേ. അപ്പൊ ബാബ പറയുന്നത്, നിങ്ങൾ കുട്ടികൾ ബാബയിൽ നിന്നും അതായത് സമ്പത്ത് നേടുകയാണ്, അതുപോലെ പാപവും ഇല്ലാതാക്കുകയാണ്. യഹ് ബി ഡ്രാമേം തുമാരേ ലിയേ ഗുപ്ത് കല്യാൺ ഹേ. ഇതും ഡ്രാമയില് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗുപ്തമായ മംഗളമാണ് അല്ലെ. അപ്പൊ ഈ ബന്ധിതരായിട്ടിരിക്കുന്നവരെ കുറിച്ചാണ് ബാബ ഇത് കൂടുതലും പറയുന്നത്. കാരണം അവർക്ക് ബന്ധനത്തിലിരിക്കുമ്പോഴും അതുപോലെ പല കാര്യങ്ങൾക്കും വികാരത്തിൽ പോകുന്നതിനും ഒക്കെ ആയിട്ട് അവർക്ക് ഒരുപാട് സഹിക്കേണ്ടി വരുന്നുണ്ട്. അടിയും പീഡനങ്ങളൊക്കെ സഹിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ അവര് ശരിക്കും ബാബ പറയുന്നത്, നിങ്ങളെ ശിവബാബയെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുകയാണ് അല്ലെ. ഈ അടി ലഭിക്കുമ്പോഴും പീഡനമൊക്കെ ലഭിക്കുമ്പോൾ ആ കുട്ടികൾ ആരെയാണ് ഓർക്കുക? ശിവബാബയെ ഓർക്കും. അപ്പം എത്രമാത്രം അവർ ശിവബാബയെ ഓർമ്മിക്കുന്നുവോ അത്രയും അവരുടെ പാപവും മുറിയും, അതുപോലെ അവർക്ക് ബാബയുടെ സമ്പത്തും നേടാൻ സാധിക്കും. അപ്പൊ ഇതൊരു ഗുപ്തമായിട്ടുള്ളൊരു മംഗളമാണെന്ന് ബാബ പറയാം. ഡ്രാമയിൽ അടങ്ങിയിരിക്കുന്ന ഗുപ്തമായിട്ടുള്ള ഒരു മംഗളമാണ്. ജൈസെ കഹാ ജാതാ ഹേ ലഡായി കല്യാൺകാരി ഹേ തോ യഹ് മാർബി അച്ചി ഹുവാന. അതായത് ഇങ്ങനെ പറയപ്പെടും, യുദ്ധം എന്ന് പറയുന്നത് ഒരു മംഗളമാണ് എന്ന് പറയുന്നുണ്ട്. അതായത് ചില യുദ്ധങ്ങൾക്ക് ശേഷം പല മംഗളങ്ങളും നടക്കുമല്ലോ. അപ്പൊ അതാ ബാബ പറയുന്നത്, യുദ്ധം മംഗളകരമാണെന്ന് പാടപ്പെടുന്നത് പോലെ ഈ അടി ലഭിക്കുന്നതും നല്ല കാര്യമല്ലേ എന്ന് പറയാം. കാരണം ബാബയെ ഓർമ്മിക്കുമല്ലോ. അതാണ് ബാബ പറയുന്നത്. ആജ്കൽ ബച്ചോം കാ പ്രദർശിനി മേളയ്ക്ക് സർവീസ് പർ ജോർ ഹെ. അപ്പൊ ബാബ പറയുന്നത്, ഇപ്പോഴാണെങ്കിലോ കുട്ടികൾക്ക് ഈ പ്രദർശനി മേളകളുടെയൊക്കെ സർവീസ് ചെയ്യുന്ന കാര്യത്തിൽ വളരെയധികം ലഹരിയുണ്ടെന്ന് പറയാം. നവനിർമ്മാൺ പ്രദർശിനി കെ സാത്ത് സാത്ത് ലിഖ് ദോ ഗേറ്റ് വേ ടു ഹെവൻ. അപ്പൊ ബാബ പറയുന്നത്, നവനിർമ്മാണത്തിന് വേണ്ടി നിങ്ങൾ പ്രദർശനിയൊക്കെ നടത്തുമല്ലോ, അതിൻ്റെ ഒപ്പം നിങ്ങൾ ഇങ്ങനെയും എഴുതൂ, അതായത് ഗേറ്റ് വേ ടു ഹെവൻ, സ്വർഗത്തിലേക്കുള്ള വാതിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാൻ പറയാ ബാബ. ദോനോം അക്ഷർ ഹോന ചാഹിയെ. ഈ 2 അക്ഷരങ്ങൾ തീർച്ചയായിട്ടും വേണമെന്ന് ബാബ പറയാ. നയി ദുനിയ കൈസേ സ്ഥാപൻ ഹോത്തി ഹേ ഉൻകാ എക്സിബിഷൻ ഹേ തോ മനുഷ്യോം കോ സുൻകർ ഖുഷി ഹോഗി. അപ്പം ബാബ പറയുന്നത്, പുതിയ ലോകം എങ്ങനെയാണ് സ്ഥാപിക്കുന്നത്, അതിൻ്റെ ഒരു എക്സിബിഷൻ വെച്ച് കഴിഞ്ഞാൽ ബാബ പറയുന്നത് ആളുകൾക്ക് അതൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ടായിരിക്കുന്നു പറയാ ബാബ. നയി ദുനിയ കൈസേ സ്ഥാപൻ ഹോത്തി ഹേ ഉൻകെ ലിയേ യഹ് ചിത്ര ബനായ ഹേ. ബാബ പറയുന്നത്, പുതിയ ലോകം എങ്ങനെയാണ് സ്ഥാപിതമാകുക, അതിനു വേണ്ടിയിട്ടാണ് ഈ ചിത്രങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയാ ബാബ.
ആക്കർ ദേക്കോ, വന്ന് കാണൂ. അതായത് പ്രദർശനിയൊക്കെ വെക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കാൻ ബാബ പറയാറുണ്ടല്ലോ. അപ്പൊ ഈ ചിത്രങ്ങളെല്ലാം പുതിയ ലോകം എങ്ങനെയാണ് സ്ഥാപിതമാകുന്നത് എന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ചിത്രങ്ങളായിരിക്കണം. അപ്പൊ ബാബ പറയുന്നത് നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും, അതായത് പുതിയ ലോകം എങ്ങനെയാണ് സ്ഥാപിക്കുന്നതെന്ന് നിങ്ങൾ വന്ന് കാണൂ. അപ്പൊ മനുഷ്യർക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുന്ന ബാബ പറയാ. ഗേറ്റ് വേ ടു ന്യൂ വേൾഡ് യഹ് അക്ഷർ ബി ടീക്ക് ഹെ, അതായത് പുതിയ ലോകത്തിലേക്കുള്ള കവാടം, അതും അക്ഷരം ശരിയാണ് എന്ന് ബാബ പറയാ. യഹ് ജോ ലഡായി ഹെ ഇൻകെ ദ്വാര ഗേറ്റ്സ് കുൽത്തെ ഹെ, അതായത് ഈ യുദ്ധത്തിലൂടെ തന്നെയാണ് പുതിയ ലോകത്തിലേക്കുള്ള ഗേറ്റ് തുറക്കുന്നത് എന്ന് ബാബ പറയാം. ഗീത മേം ബി ഹെ ഭഗവാൻ ആയാദ ആക്കർ രാജയോഗ് സിഖായാദ. അപ്പൊ ബാബ പറയുന്നത് ഗീതയിലുമുണ്ട് ഇങ്ങനെ, അതായത് ഭഗവാൻ വന്നിട്ട് രാജയോഗം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കാര്യം ഗീതയിലുമുണ്ട് എന്ന് ബാബ പറയാം. മനുഷ്യ സെ ദേവത ബനായാ തോ ജരൂർ നയി ദുനിയ സ്ഥാപൻ ഹുയി ഹോഗി. ബാബ പറയുന്നത് മനുഷ്യനിൽ നിന്നും ദേവതയായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുതിയ ലോകവും സ്ഥാപിച്ചിട്ടുണ്ടാകും. മനുഷ്യ കിത്തന കോശിഷ് കർത്തേ ഹേ മോൻമേം ജാനേ കി, അതായത് ബാബ പറയാണ് മനുഷ്യര് എത്രയാണ് പരിശ്രമിക്കുന്നത് ചന്ദ്രനിൽ പോകാൻ വേണ്ടിയിട്ട്. ദേഖ്തേ ഹേ ധർത്തി ഹി ധർത്തി ഹേ, അപ്പൊ നോക്കുമ്പോഴാണെങ്കിലോ ഈ പ്രതലം തന്നെ പ്രതലമാണ് കാണപ്പെടുക. മനുഷ്യ കുച്ച് ബി ദേഖ്നേമേ നെഹി ആത്തേ ഹേ, അവിടെ മനുഷ്യരെയൊന്നും കാണാൻ സാധിക്കില്ല എന്ന് ബാബ പറയാ. ഇത്തന സുനാത്തേ ഹേ, ഇത്രയാണ് കേൾപ്പിക്കുന്നത്. ഇസ്സേ ഫായദ ഹി ക്യാ, ഇതിലൂടെ എന്ത് പ്രയോജനമാണ് എന്ന് ബാബ പറയാ. അബി തും റിയൽ സൈലൻസ് മേം ജാത്തേ ഹോന. ബാബ പറയുന്നത് ഇപ്പൊ നിങ്ങൾ കുട്ടികള് യഥാർത്ഥമായ സൈലൻസിലേക്ക് പോകുകയല്ലേ എന്ന് ബാബ ചോദിക്കാം. അശരീരി ബൻതേ ഹോ, നിങ്ങൾ അശരീരിയായിട്ട് മാറുകയാണ്. വോഹെ സൈലൻസ് വേൾഡ്, അത് സൈലൻസ് വേൾഡ്, അതായത് ശാന്തിധാമമാണ്. തും മോത്ത് ചാത്തേ ഹോ ശരീർ ചോട് ജാന ചാത്തേ ഹോ. ബാബ പറയാണ് നിങ്ങൾ മരണം ആഗ്രഹിക്കുന്നുണ്ടോ, ശരീരം വിട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ. ബാപ്പ് കോ ബി മോത്ത് കെ ലിയേ ഹി ബുലായാ ഹോ कि आकर अपने साथ മുക്തി ജീവൻ മുക്തി മേം ലേ ജാവോ. അപ്പൊ ബാബ പറയുന്നത് ബാബയെ വിളിക്കുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്, ഈ മരണത്തിന് വേണ്ടിയിട്ട് തന്നെയാണെന്ന് ബാബ പറയാ. അതായത് എങ്ങനെയാ നമ്മൾ വിളിച്ച ബാബയെ, ബാബ വന്ന് ഞങ്ങളെ ബാബയുടെ കൂടെ മുക്തി ജീവൻ മുക്തിയിലേക്ക് കൊണ്ടുപോകൂ, അത് പറഞ്ഞിട്ടാണ് നമ്മൾ വിളിച്ചത്. അപ്പോൾ നമ്മൾ മരണം ആഗ്രഹിക്കുന്നുണ്ട്, അതുപോലെ ഈ ശരീരം ഉപേക്ഷിക്കാനും ഈ പഴയ ലോകത്തിൽ നിന്ന് പോകാനും ആഗ്രഹിക്കുന്നുണ്ട്, ഈ ദുഃഖത്തിന്റെ ലോകത്തിൽ നിന്നും പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബാബയെ ഇപ്രകാരം വിളിക്കുന്നത്. അതായത് ബാബ വരൂ, വന്ന് ഞങ്ങളെ ബാബയുടെ കൂടെ കൂട്ടിക്കൊണ്ടു പോകൂ, മുക്തി ജീവൻ മുക്തിയിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നതെന്ന് ബാബ പറയാം. പരന്തു സമജത്തെ തോടെ ഹി ഹേ पतित पावन आएंगे तो जैसे हम കാലോം കെ കാൽ കോ ബുലാത്തെ ഹെ. അപ്പൊ ബാബ പറയുന്നത് പക്ഷെ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന് ബാബ പറയാം. പതീത പാവനൻ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ആരെയാണ് വിളിക്കുന്നത്, കാലന്റെയും കാലനെയാണ് വിളിക്കുന്നതെന്ന് ബാബ പറയാം. അബി തും സമജ്തേ ഹോ ബാബ ആയാ ഹുവാ ഹേ കഹ്തേ ഹേ ചലോ ഗർ ഓർ ഹം ഗർ ജാത്തേ ഹേ. ഇപ്പൊ നമ്മൾക്ക് മനസ്സിലായി ബാബ വന്നു കഴിഞ്ഞു. ബാബ എന്താ പറയുന്നത്, പോകാം, വീട്ടിലേക്ക് പോകാം എന്നാണ് ബാബ പറയുന്നത്. നമ്മൾ ബാബയുടെ കൂടെ വീട്ടിലേക്ക് പോകുന്നു എന്ന് ബാബ പറയാം. ബുദ്ധി കാം കർത്തി ഹേന, ബുദ്ധിയാണല്ലോ ജോലികളെല്ലാം ചെയ്യുന്നതെന്ന് ബാബ പറയാം. യഹാം കൈ ബച്ചേ ഹോങ്കെ ജിൻകി ബുദ്ധി ദന്തേ ആദി തരഫ് ദൗഡ്തി ഹോഗി. ബാബ പറയുന്നത് ഇവിടെയാണെങ്കിലോ കുറെ കുട്ടികൾ ഇപ്രകാരവുമുണ്ട്, അവരുടെ ബുദ്ധിയാണെങ്കിലോ ജോലി മുതലായവയുള്ള കാര്യങ്ങളുണ്ടല്ലോ അതിനു നേരെ ഓടുകയാണെന്ന് പറയാം ബാബ. കാരണം അവരുടെ ബുദ്ധിയിൽ എന്താണ്, ജോലി ചെയ്യുക, പൈസ ഉണ്ടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ബുദ്ധിയിൽ. അതാണ് ബാബ പറയുന്നത് അങ്ങനെയും കുറെ കുട്ടികളുണ്ട്. ഫലാന ബീമാർ ഹേ ക്യാ ഹുവാ ഹോഗ, അതായത് ഇങ്ങനെ പറയും കുട്ടികൾ, ഇന്നയാൾക്ക് രോഗമാണ്, എന്ത് ചെയ്യും. അനേക പ്രകാർ കെ സങ്കൽപ്പ് ആ ജാത്തേ ഹേ. ബാബ പറയുന്നത്
പല രീതിയിലുള്ള സങ്കല്പങ്ങൾ വരുന്നുവെന്ന് പറയാ കുട്ടികൾക്ക്. ബാപ്പ് കഹത്തെ ഹേ തും യഹാം ബൈഠേ ഹോ ആത്മാ കി ബുദ്ധി ബാപ്പ് ഓർ വർഷ തരഫ് രഹേ. ബാബ ഇപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരാണ്, നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ആത്മാവ്, അതായത് ആത്മാവിലെ ബുദ്ധി ഉണ്ടല്ലോ, ബുദ്ധി ബാബയുടെയും സമ്പത്തിൻ്റെയും നേരെ വെക്കൂ. അല്ലാതെ ഇങ്ങനെ പല പല കാര്യങ്ങളിൽ ഇങ്ങനെ സങ്കല്പം വരെ അല്ല വേണ്ടതെന്ന് ബാബ പറയാ. ആത്മാഹി യാദ് കർത്തി ഹേന, ആത്മാവ് തന്നെയാണ് ബാബയെ ഓർമ്മിക്കുന്നത്. സമജോ കോയി കാ ബച്ച ലണ്ടൻ മേ ഹേ സമാചാറായ ബീമാർ ഹേ. അപ്പൊ ബാബ പറയുന്നത്, ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കൂ, ആരുടെയെങ്കിലും കുട്ടി ലണ്ടനിലുണ്ടെന്ന് കരുതാ. അപ്പൊ അവിടെ നിന്നൊരു വാർത്ത വരാണ് അവർക്കൊരു രോഗമാണ്. ബസ് ബുദ്ധി ചലി ജായേഗി, അത് മതി, ബുദ്ധി പോകും അവരുടെ നേരെ എന്ന് പറയാ ബാബ. ഫിർ ജ്ഞാൻ ബുദ്ധി മേ ബൈഠ് നാ സകെ, പിന്നെ ഈ ജ്ഞാനം നിങ്ങളുടെ ബുദ്ധിയിലിരിക്കില്ല എന്ന് പറയാ. കാരണം ബുദ്ധി അവരുടെ അടുത്തേക്ക് പോകും. അതാ ബാബ പറയുന്നത്, യഹാം ബൈഠേ ഹുയേ ബുദ്ധി മേം ഉൻകി യാദ് ആത്തി രഹേഗി. ഇവിടെ ഇരുന്നു കൊണ്ടും ബുദ്ധിയില് അവരുടെ ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നു പറയാ ബാബ. കോയി കാ പതി ബീമാർ ഹോ ഗയാ തോ സ്ത്രീ കെ അന്തർ ഉഥൽ പാത്തൽ ഹോഗി. ഇപ്പൊ ബാബ പറയുന്നത്, ഇപ്പൊ ഏതെങ്കിലും സ്ത്രീകളുടെ പതിമാര് അവർക്ക് അസുഖമാണെന്ന് കരുതുക, അപ്പൊ ആ സ്ത്രീയുടെ ഉള്ളിലും വളരെയധികം അസ്വസ്ഥതകൾ ഉണ്ടായിരിക്കുന്നു ബാബ പറയാം. ബുദ്ധി ജാതി തോ ഹേന, അതായത് ബുദ്ധി അവിടെ ആ സ്ഥലത്തേക്ക് പോകും അല്ലെ, അതിനെക്കുറിച്ചായിരിക്കും പിന്നെ ഓർമ്മ, അല്ലാതെ ബാബ തരുന്ന ഈ ജ്ഞാനത്തെ കുറിച്ചായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളില് വളരെ അസ്വസ്ഥമായിരിക്കുന്നു ബാബ പറയാം. तो तुम भी यहाँ बैठे सब कुछ करते ശിവ ബാബാക്കോ യാദ് കർത്തേ രഹോ. അപ്പം ബാബ എന്താ പറയുന്നത്, നിങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ടും എല്ലാ കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ശിവബാബയെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കൂ എന്ന് ബാബ പറയാ. തോബി അഹോ സൗഭാഗ്യ, അങ്ങനെയാണെങ്കിൽ അഹോ സൗഭാഗ്യം, അതായത് എല്ലാ ഉത്തരവാദിത്തങ്ങൾ ചെയ്തുകൊണ്ടും നമ്മൾ ബാബയെ ഓർമ്മിക്കുക, അതാണ് ബാബ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അഹോ സൗഭാഗ്യം. ജൈസെ വഹ പതി കോ അഥവാ ഗുരു കോ യാദ് കർത്തേ ഹേ തും ബാപ്പ് കോ യാദ് കരോ. അതായത് ബാബ പറയുന്നത്, എങ്ങനെയാണോ ലോകത്തില് പതിയെയോ അല്ലെങ്കിൽ ഗുരുവിനെയോ ഓർമ്മിക്കുന്നത്, അതുപോലെ നിങ്ങൾ കുട്ടികൾ ബാബയെ ഓർമ്മിക്കൂ. തുമേം അപ്ന ഏക് മിനിറ്റ് ബി വേസ്റ്റ് നെഹി കർണ ചാഹിയേ. ബാബ പറയുന്നത്, നിങ്ങൾ കുട്ടികൾക്ക് ഒരു മിനിറ്റ് പോലും നിങ്ങൾ വേസ്റ്റാക്കി കളയരുത്, നഷ്ടപ്പെടുത്തരുത് എന്ന് ബാബ പറയാ. ബാപ്പുക്കോ ജിത്തന യാദ് കരേങ്കെ തോ സർവീസ് കർണേമേം ബി ബാപ്പ് ഹി യാദായേഗ. ബാബ പറയുന്നത്, ബാബയെ നിങ്ങൾ എത്രമാത്രം ഓർമ്മിക്കുന്നുവോ അത്രയും നിങ്ങൾ ബാബയുടെ സേവനം ചെയ്യുമ്പോഴും ബാബയുടെ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരും. ബാബാനെ കഹാ ഹേ മേരെ ഭക്തോം കോ സമജാവോ. അപ്പൊ ബാബ നമ്മൾ കുട്ടികളോട് പറയാണ്, എൻ്റെ ഭക്തർക്കും നിങ്ങളിത് മനസ്സിലാക്കി കൊടുക്കൂ അല്ലെ, ശിവഭക്തർക്കും മനസ്സിലാക്കി കൊടുക്കാൻ പറയാണ് ബാബ. യഹ് കിസ്നെ കഹാ ശിവബാബാനെ. ഇതാരാ പറഞ്ഞത്? ശിവബാബയാണ് പറഞ്ഞത്. ശ്രീകൃഷ്ണക്കെ ഭക്തോം കോ ക്യാ സമജായെങ്കേ. ഇപ്പൊ ശ്രീകൃഷ്ണന്റെ ഭക്തരെ നിങ്ങൾ എന്ത് മനസ്സിലാക്കി കൊടുക്കാനാണ് എന്ന് ബാബ പറയാ. ഉൻകോ കഹോ ശ്രീകൃഷ്ണൻ നയി ദുനിയാ സ്ഥാപൻ കർ രഹേ ഹേ മാനേങ്കേ. അപ്പൊ ബാബ പറയാണ്, ശ്രീകൃഷ്ണന്റെ ഭക്തരെടുത്ത് നിങ്ങളിപ്പോൾ ഇങ്ങനെയാ പറയൂ, അതായത് ശ്രീകൃഷ്ണൻ പുതിയ ലോകം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു നോക്കൂ, അവർ അംഗീകരിക്കുമോ എന്ന് ബാബ ചോദിക്കാം. ക്രിയേറ്റർ തോ ഗോഡ് ഫാദർ ഹേ ശ്രീകൃഷ്ണത്തോടെ ഹി ഹേ. അപ്പൊ ബാബ പറയുന്നത്, ക്രിയേറ്റർ എന്ന് പറയുന്നത് ഒരേയൊരു ഗോഡ് ഫാദറിനെയാണ്, അല്ലാതെ ശ്രീകൃഷ്ണനെ അല്ല എന്ന് ബാബ പറയാ. പരംപിത പരമാത്മാ ഹി പുരാനി ദുനിയാക്കോ നയേ ബനാ രഹേ ഹേ യഹ് മാനേംഗി ബി. അപ്പൊ ബാബ പറയാണ്, പരംപിത പരമാത്മാവാണ് ഈ പഴയ ലോകത്തെ പുതിയതാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയെന്നത് എന്ന് പറയുകയാണെങ്കിൽ അത് അവർ അംഗീകരിക്കുമെന്ന് ബാബ പറയാ. നൈ സോ പുരാനി പുരാനി സോ ഫിർ നൈ ഹോത്തി ഹേ. അതായത് പുതിയതിൽ നിന്നും പഴയതും പിന്നീട് പഴയതിൽ നിന്നും വീണ്ടും പുതിയതും അത് ഉണ്ടാകുക തന്നെ ചെയ്യുന്ന ബാബ പറയാ.
സിർഫ് ടൈം ബഹുത്ത് ദേ ദേനെ സേ മനുഷ്യ ഘോർ അന്ധിയാരാമേ ഹേ. അതായത് ബാബ പറയുന്നത് കേവലം സമയം ധാരാളം കൊടുത്തതുകൊണ്ട് മനുഷ്യര് അത്രയും അജ്ഞാന അന്ധകാരത്തിലാണെന്ന് പറയാം. തുമാരേ ലിയേ തോ അബ് ഹത്തേലി പർ ബഹിഷ്ത് ഹേ. അതായത് ബാബ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ഉള്ളം കയ്യില് സ്വർഗമുണ്ട് എന്ന് ബാബ പറയാ. ബാപ്പ് കഹത്തെ ഹേ മേ തുംകോ ഉസ് സ്വർഗ കാ മാലിക് ബനാനെ ആയാ ഹൂം. അപ്പൊ ബാബ പറയാണ് കുട്ടികളുടെ അടുത്ത്, ഞാൻ നിങ്ങളെ ആ സ്വർഗത്തിന്റെ അധികാരിയാക്കി മാറ്റാനാണ് വന്നിരിക്കുന്നത്. ബനേങ്കെ, നിങ്ങളാകില്ലേ എന്ന് ബാബ ചോദിക്കാം. വാ ക്യൂം നെഹി ബനേങ്കെ, എന്തുകൊണ്ട് നിങ്ങൾ ആകില്ല അല്ലേ? തീർച്ചയായിട്ടും ആകും. അച്ഛ മുജെ യാദ് കരോ പവിത്ര ബനോ. അപ്പൊ ബാബ പറയുന്നത്, ശരി, നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ, പവിത്രമായിട്ട് മാറൂ. യാദ് സേഹി പാപ് ഭസ്മ ഹോ ജായേങ്കെ. ബാബ പറയാണ്, ഓർമ്മയിലൂടെയാണ് ഈ പാപം ഭസ്മമാകുന്നത് എന്ന് ബാബ പറയാ. തും ബച്ചെ ജാൻതെ ഹോ വികർമ്മ കാ ബോജ് ആത്മാ പർ ഹേ നാക്കി ശരീർ പർ. ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ അറിയാം, അതായത് വികർമ്മത്തിന്റെ ആ ഒരു ഭാരം ഉണ്ടല്ലോ, അത് ആത്മാവിലാണ്, അല്ലാതെ ശരീരത്തിലല്ല എന്ന് പറയാം. അഗർ ശരീർ പർ ബോജ് ഹോത്താ തോ ജബ് ശരീർ കോ ജലാ ദേത്തെ ഹേ തോ ഉസ്കെ സാത്ത് പാപ് ബി ജൽ ജാത്തെ. ബാബ പറയാണ്, ഇപ്പോൾ ശരീരത്തിലാണ് ആ പാപത്തിന്റെ ഭാരം എന്ന് കരുതൂ. അങ്ങനെയാണെങ്കിൽ ആ ശരീരത്തെ കത്തിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ പാപവും കത്തേണ്ടേ എന്ന് ബാബ ചോദിക്കാം. ആത്മാ തോ ഹേ ഹി അവിനാശി ഉസ്മേം സിർഫ് ഖാദ് പടുത്തി ഹേ. അപ്പൊ ബാബ പറയുന്നത് ആത്മാവാണ് അവിനാശി, ആ ആത്മാവിലാണ് ഈ കറ പറ്റുന്നത് എന്ന് ബാബ പറയാം. അതായത് വികർമ്മങ്ങളുടെ കറയൊക്കെ ആത്മാവിലാണ് ഉണ്ടാകുന്നത്. जिनको निकलना के लिए बाप एक ही युक्ति बताते हैं कि याद करो. ആ കറയെ കളയാൻ വേണ്ടിയിട്ട് ബാബ ഒരേ ഒരു യുക്തി നമ്മൾക്ക് പറഞ്ഞു തരാണ്, അതായത് ഓർമ്മിക്കൂ, ബാബയെ ഓർമ്മിക്കൂ. പതീത് സേ പാവൻ ബന്നെ കി യുക്തി കൈസെ കൈസെ അച്ചി ഹേ. ബാബ പറയാണ്, ഈ പതീതത്തിൽ നിന്നും പാവനമായി മാറുന്നതിനുള്ള ഈ യുക്തി എത്ര നല്ലതാണ് അല്ലെ? ബാബയെ ഓർമ്മിക്കുക കേവലം, അതാണ് ബാബ പറയുന്നത്. മന്ദിർ ബനാനെ വാലെ ശിവ് കി പൂജ കർണെ വാലെ ബി ഭക്ത് ഹേന. അതായത് ക്ഷേത്രം ഉണ്ടാക്കുന്നവരും ശിവനെ പൂജിക്കുന്നവരും ഭക്തർ തന്നെയല്ലേ എന്ന് ബാബ പറയാം. പൂജാരി കോ കബി പൂജ്യ കഹ് നാ സകെ. പൂജാരിയെ ഒരിക്കലും പൂജ്യൻ എന്ന് പറയില്ല എന്ന് ബാബ പറയാം. अच्छा मीठे मीठे सिकीलदे बच्चों प्रति मात पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी मात पिता बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. ഇനി ബാബ ധാരണയ്ക്കുള്ള പോയിന്റ് പറയാണ്. ഫസ്റ്റ് പോയിന്റ്, ജിസെ സാരി ദുനിയ ഡൂണ്ട് രഹി ഹേ വഹ് ബാബ ഹമേ മിൽ ഗയാ ഇസി ഖുശി മേ രഹനാ ഹേ. അപ്പം ബാബ പറയാണ്, ആരെയാണോ മുഴുവൻ ലോകവും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്, ആ ഈശ്വരനെ, ആ ബാബയെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. ഈ ഒരു സന്തോഷത്തിൽ നിങ്ങൾ ഇരിക്കണമെന്ന് ബാബ പറയാം. याद से ही पाप कटते हैं, इसलिए किसी भी परिस्थिति में बाप और वर्षा को याद करना है. ബാബ പറയുന്നത് ഓർമ്മയിലൂടെ തന്നെയാണ് പാപം മുറിയുന്നത്. അതുകൊണ്ട് ഏത് പരിസ്ഥിതിയിലാണെങ്കിലും നിങ്ങൾ ബാബയെയും ബാബയുടെ സമ്പത്തിനെയും ഓർമ്മിക്കൂ. ഏക് മിനിറ്റ് ബി അപ്പന സമയ് വേസ്റ്റ് നെഹി കർണാ ഹെ. ഒരു മിനിറ്റ് പോലും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സമയം വേസ്റ്റ് ചെയ്യരുത്, നഷ്ടപ്പെടുത്തരുത് എന്ന് ബാബ പറയാം. സെക്കൻഡ് പോയിന്റ്, ഇസ് പുരാനി ദുനിയാസെ ബുദ്ധി കാ ലങ്കാർ ഉഡാ ദേനാ ഹേ. അതായത് ഈ പഴയ ലോകത്തിൽ നിന്നും ബുദ്ധിയുടെ നങ്കൂരം മാറ്റേണ്ടതുണ്ട്, അതായത് എടുക്കേണ്ടതുണ്ട്. ബാബ ഹമാരേ ലിയേ നയാ ഗർ ബനാ രഹാ ഹേ. യഹ് ഹേ രൗ രൗ നരക്
कंसपुरी, हम जाते हैं വൈകുണ്ഠപുരി में സദാ ഇസ് സ്മൃതി में रहना है. ബാബ പറയുന്നത് ഈ പഴയ ലോകത്തിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയെ ഉയർത്തണം. അതുകൂടാതെ ബാബ എന്താ പറയുന്നത്? ബാബ നമ്മൾക്ക് വേണ്ടിയിട്ട് പുതിയ വീട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണെങ്കിലോ രൗരവ നരകമാണ്, കംസപുരിയാണ്. നമ്മൾ പോകുന്നത് എവിടേക്കാണ്? വൈകുണ്ഠപുരിയിലേക്കാണ്. ഈ ഒരു കാര്യം നിങ്ങൾ സദാ സ്മൃതിയിൽ വെക്കണമെന്ന് ബാബ പറയാം. വരദാനം. വിഹംഗ മാർഗ് की सेवा द्वारा विश्व परिवर्तन के कार्य को संपन्न करने वाले सच्चे സേവാദാരി ഭവ. അപ്പൊ ബാബ എന്താ പറയുന്നത്? വിഹംഗ മാർഗത്തിന്റെ സേവനത്തിലൂടെ വിശ്വപരിവർത്തനത്തിന്റെ കാര്യത്തെ സമ്പന്നമാക്കി മാറ്റുന്ന സത്യമായ സേവാദാരിയായി ഭവിക്കട്ടെ. അതാണ് ബാബ വരദാനം തരുന്നത്. ബാബ അതിന്റെ എക്സ്പ്ലനേഷൻ പറയാണ്. വിഹംഗ മാർഗ് की सेवा करने के लिए संगठित रूप में रूप और बसंत इन दो बातों का बैलेंस चाहिए. അതായത് ബാബ പറയുന്നത് വിഹംഗ മാർഗത്തിന്റെ സേവനം ചെയ്യുന്നതിന് വേണ്ടി സംഘടിത രൂപത്തില് രൂപ് ബസന്ത്, അതായത് ജ്ഞാനവും യോഗവും, ഈ രണ്ടിന്റെ കാര്യത്തിലും നിങ്ങൾക്ക് ബാലൻസ് വേണം. जैसे बसंत रूप से एक समय पर अनेक आत्माओं को संदेश देना का कार्य करते हो, ऐसे ही रूप अर्थात याद बल द्वारा श्रेष्ठ संकल्प के बल द्वारा വിഹംഗ മാർഗ് की സർവീസ് കരോ. അപ്പൊ ബാബ പറയുന്നത് എങ്ങനെയാണോ നിങ്ങൾ ജ്ഞാനത്തിന്റെ രൂപത്തിലൂടെ ഒരു സമയത്ത് അനേകം ആളുകൾക്ക് സന്ദേശം കൊടുക്കുന്നത്, ആ സന്ദേശം കൊടുക്കുന്ന കാര്യം നടക്കുന്നുണ്ടല്ലോ, ഒരു സമയത്ത് അനേകർക്ക് സന്ദേശം കൊടുക്കുന്നത് ജ്ഞാനത്തിലൂടെ നടക്കുന്നുണ്ട്. അതുപോലെ ബാബ പറയുന്നത് രൂപ്, അതായത് രൂപിന്റെ അർത്ഥം എന്താണ്? ഓർമ്മിക്കുക. അതായത് ഓർമ്മയുടെ ബലത്തിലൂടെ ശ്രേഷ്ഠ സങ്കല്പത്തിലൂടെ വിഹംഗ മാർഗത്തിന്റെ സേവനവും നിങ്ങൾ ചെയ്യൂ. അപ്പൊ ജ്ഞാനവും അതുപോലെ യോഗവും രണ്ടും വേണം, രണ്ടിന്റെയും ബാലൻസ് വേണം. അതിലൂടെയാണ് വിഹംഗ മാർഗ സേവനം നടക്കുന്നതെന്ന് ബാബ പറയാം. ഇസ്കി ബി ഇൻവെൻഷൻ നിക്കാലോ, ഇതിന്റെ എല്ലാം നിങ്ങൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്താൻ പറയാം. അതായത് എങ്ങനെ സേവനം ചെയ്യണം എന്നുള്ളത്. സാത്ത് സാത്ത് സംഘടിത രൂപമേ ദൃഢ സങ്കല്പ സേ പുരാനെ സംസ്കാർ സ്വഭാവ് വ പുരാനി ചലൻ കെ തിൽ വ ജൗ യജ്ഞ മേം സ്വാഹ കരോ തബ് വിശ്വ പരിവർത്തൻ കാ കാര്യ സമ്പന്ന ഹോഗ അഥവാ യജ്ഞയ്ക്ക് സമാപ്തി ഹോഗി. ബാബ പറയുന്നത് അതോടൊപ്പം തന്നെ സംഘടിത രൂപത്തില് നിങ്ങൾ ദൃഢസങ്കല്പത്തിലൂടെ പഴയ സംസ്കാരം, പഴയ സ്വഭാവം, അതുപോലെ ഈ പഴയ പെരുമാറ്റങ്ങള്, അതിൻ്റെ എല്ലാം എള്ളും പൂവും അർപ്പിക്കാന്ന് പറയില്ലേ യജ്ഞത്തിൽ, സ്വാഹ ചെയ്യാന്ന് പറയില്ലേ. അപ്പൊ ഇവിടെ നമ്മൾ സ്വാഹ ചെയ്യേണ്ടത് എന്താണ്? അതായത് പഴയ സംസ്കാരം, പഴയ സ്വഭാവം, പഴയ പെരുമാറ്റങ്ങൾ അല്ലെ, അങ്ങനെയാകുന്ന ഈ എള്ളും പൂവിനെയാണ് ബാബ പറയുന്നത് ഇതിൽ സ്വാഹ ചെയ്യൂ യജ്ഞത്തില്. അപ്പോ എന്താ ബാബ പറയുന്നത്? വിശ്വപരിവർത്തനത്തിന്റെ കാര്യം സമ്പന്നമാകും, അതായത് ഈ യജ്ഞത്തിന്റെ സമാപ്തി ഉണ്ടാകും അല്ലെ. എത്രമാത്രം നമ്മളിൽ പരിവർത്തനം എത്രയും പെട്ടെന്ന് വരുന്നുവോ അത്രയും വേഗത്തില് ഈ യജ്ഞത്തിന്റെ സമാപ്തിയും ഉണ്ടാകും. സ്ലോഗൻ. ബാലക് ഓർ മാലിക് പൻ കെ ബാലൻസ് സേ പ്ലാൻ കി പ്രാക്ടിക്കൽ മേ ലാവോ. ബാബ പറയുന്നത് ബാലകനും അധികാരിയും അല്ലെ. ബാബ എപ്പോഴും പറയും ബാലകനും ആയിരിക്കണം, അധികാരിയുമായിരിക്കണം ഒപ്പം. അതിൻ്റെ ബാലൻസിലൂടെ എല്ലാ പ്ലാനുകളെയും നിങ്ങൾ പ്രാക്ടിക്കലിലേക്ക് കൊണ്ടുവരും. അപ്പം നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കുമ്പോൾ അധികാരി രൂപത്തിൽ ഉണ്ടാക്കണം. പക്ഷേ അധികാരി രൂപത്തിൽ നമ്മൾ ഉണ്ടാക്കി അതെല്ലാവരും ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മൾ ഏത് രൂപത്തിലായിരിക്കണം? ബാലകൻ അല്ലെ. കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞാലും നമ്മൾ കുട്ടികളുടെ കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ലല്ലോ. പക്ഷെ അവർ പറയും, പക്ഷെ അവരുടെ ഉള്ളിൽ അതിരിക്കില്ല. അതാണ്, അതായത് നമ്മൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും അധികാരി എന്നുള്ള രൂപത്തിൽ അത്രയും ആ സ്ഥിതിയിലിരുന്നിട്ട് ഉണ്ടാക്കണം. പക്ഷെ ആ തീരുമാനം അവർ അംഗീകരിക്കണം എന്ന് പറഞ്ഞ് ശാഠ്യം പിടിക്കരുത്. അവിടെ നമ്മൾ എന്തായിരിക്കണം? ബാലകനായിരിക്കണം. അങ്ങനെ എല്ലാ പ്ലാനുകളെയും അപ്പോൾ
പ്രാക്ടിക്കലിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് ബാബ പറയാം. ഇനി അവ്യക്ത ഇഷാര ബാബ പറയുന്നത് ഇസ് ഈശ്വരീയ സേവാമേം ബഡേ സെ ബഡാ പുണ്യ ഹേ പവിത്രത കാ ദാൻ ദേന. അതായത് ബാബ പറയുന്നത് ഈ ഈശ്വരീയ സേവനത്തിലെ ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത് പവിത്രതയുടെ ദാനം നൽകലാണ്. പവിത്ര ബന്ന ഓർ ബനാന ഹി പുണ്യ ആത്മാ ബന്ന ഹേ. അതായത് ബാബ പറയുന്നത് പവിത്രമായിട്ട് മാറുക, അതുപോലെ പവിത്രമാക്കി മാറ്റുക, അതെന്ന് പറയുന്നത് ഒരു പുണ്യാത്മാവായിട്ട് മാറലാണ്. ക്യോംകി കിസി ആത്മാക്കോ ആത്മാഗാദ് മഹാപാപ് സെ ചുടാത്തേ ഹോ. അതായത് ഈ പവിത്രതയാണ് ഈ ആത്മാവിനെ ആത്മഹത്യയിൽ നിന്നും, ആത്മഹത്യ എന്ന മഹാപാപത്തിൽ നിന്നും രക്ഷിക്കുന്നത് ഈ പവിത്രതയാണ്. അപവിത്രത ആത്മാഗാദ് ഹേ. അതായത് അപവിത്രത എന്ന് പറയുന്നത് ആത്മഹത്യയാണ് എന്ന് ബാബ പറയാ. പവിത്രത ജീദാൻ ഹേ. അതായത് പവിത്രത എന്ന് പറയുന്നത് ജീവദാനമാണ്. കിസ്കാ ദുഃഖ് ലേക്കർ സുഖ് ദേന യഹി സബ്സെ ബഡേത്തെ ബഡാ പുണ്യ കാ കാം ഹേ. ബാബ പറയുന്നത് ആരുടെയെങ്കിലും ദുഃഖത്തെ മാറ്റി നിങ്ങൾ സുഖം കൊടുക്കുക, ഇത് ഏറ്റവും ഉയർന്നതിലും ഉയർന്ന, ഇത് വളരെ വലിയൊരു പുണ്യകർമ്മമാണ് എന്ന് ബാബ പറയാം. ഏസെ പുണ്യ കർത്തേ പുണ്യ ആത്മാ ബൻ ജായേങ്കെ. നിങ്ങൾ ഇതുപോലെയുള്ള പുണ്യം ചെയ്ത് ചെയ്ത് നിങ്ങൾ പുണ്യ ആത്മാവായിട്ട് മാറുക തന്നെ ചെയ്യുന്നു പറയാ ബാബ. അപ്പോൾ ഏറ്റവും വലിയ പുണ്യമാണ് പവിത്രതയുടെ ദാനം, അല്ലേ? അതാണ് ബാബ പറയുന്നത്. ഓക്കെ, ഓം ശാന്തി. നമുക്കൊരു മിനിറ്റ് ബാബയെ ഓർമ്മിക്കാം. संग संग रहते हैं, वो अपने संग संग रहते हैं। जैसे दीपक में बाती है, भगवान हमारा साथी है। खुलते ही आँख हमें मिलते, हर पल वो साथ मेरे चलते। कितना वो प्यार हमें करते, उनकी पलकों में हम पलते। हम खुश नसीब उनको पाकर, हम खुश नसीब उनको पाकर, जिंदगी हमारी गाती है। भगवान हमारा साथी है। ഓം ശാന്തി. ഓം ശാന്തി. ഓം
ഓം ശാന്തി. ഓം ശാന്തി.